സഭയുടെ തല ക്രിസ്തു. സഭയുടെ തല ക്രിസ്തു. ക്രിസ്തുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മളും നടക്കുന്നതും തലയുള്ളത് കൊണ്ടാണ്. ഒരു ശരീരം മനുഷ്യൻ ചെയ്യുന്ന അങ്ങനെയാണ്. നമ്മുടെ ഇടത്തെ കയ്യിൽ ഒരു ഈച്ച കടിച്ച, കൊതുക് കടിച്ച എന്തോ ചെയ്യും? ഇടത്തെ കയ്യിൽ ഒരു കൊതുക് കടിച്ചു, എന്തോ ചെയ്യും? കൊതുകെ ആവോളം രക്തം ഊറ്റി കുടിക്കുക. നീ വിശന്ന് വന്നതല്ലേ, നീ സന്തോഷമായിട്ട് കുടിച്ചിട്ട് പോ എന്ന് പറയോ? ഇല്ല. അപ്പോൾ നമ്മളെന്തോ ചെയ്യും? വലത്തെ കൈ കൊണ്ട് അതിനെ എന്തു ചെയ്യും? അടിക്കും. ചിലപ്പോഴൊക്കെ കൈ കിട്ടിയും ചിലപ്പം പോവും. എന്തുകൊണ്ടാണ് വലത്തെ കൈ കൊണ്ട് അടിച്ചേ? എന്തുകൊണ്ടാണ് വലത്തെ കൈ കൊണ്ട് അടിച്ചേ? ബയോളജി പഠിച്ച, അനാട്ടമി പഠിച്ച ആരെങ്കിലും? നഴ്സുമാരാണോ? നഴ്സസ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്. അല്ലെങ്കിലും അറിയാമല്ലോ, നമുക്ക് അത്യാവശ്യം സാമൂഹ്യ ബോധ്യമില്ലേ? ബ്രെയിൻ അറിഞ്ഞു എന്താ അടിച്ചു? കൊതുക് അടിച്ചു. അപ്പം ബ്രെയിൻ ആരോട് പറഞ്ഞു? വലത്തെ കൈയോട് പറഞ്ഞു, ഇടത്തെ കൈക്ക് ഒരു അടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വലത്തെ കൈക്ക് അടി കൊടുക്കാൻ സന്ദേശം കിട്ടിയപ്പോൾ വലത്തെ കൈ ഇടത്തെ കൈക്ക് അടിച്ചു. അപ്പോൾ ഈ വലത്തെ കൈ പറയുകയാണ്, എൻ്റെ വീട്ടിലെ യോഗത്തിന് അവൾ വന്നില്ല, അതുകൊണ്ട് ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞായിരുന്നേ എന്തോ ഇതിന്? വലത്തെ കൈ പണി മുടക്കിയാൽ ഇടത്തെ കൈ എന്ത് കൊണ്ടുകൊണ്ടേ ഇരിക്കണം? കൊതുകടി കൊണ്ടുകൊണ്ടിരിക്കണം. അല്ല പിന്നെ ഭിത്തിക്കിട്ടിടിക്കണം. ഭിത്തിക്കിട്ടിടിച്ചാൽ നോവുമോ? മുറിയും, ഒടിയാം. അപ്പോൾ അതുകൊണ്ട് ഇടത്തെ കൈക്ക് ആരെ വേണം? വലത്തെ കൈ വേണം. ഈ ഇടത്തെ കൈയും വലത്തെ കൈയും ഫങ്ഷൻ ചെയ്യുന്നത് ആരുള്ളത് കൊണ്ടാണ്? ബ്രെയിൻ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? ശരീരമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. സഭയെ പറ്റിയുള്ള ഒരു ദൂത് ദൈവം എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ തന്നു. ഞാൻ അമേരിക്കയിൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ആ ജ്യേഷ്ഠൻ ഭയങ്കര രസികനായി കഥകളൊക്കെ പറയും. ഞങ്ങളിങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കഥ, ചേച്ചി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ചെറുപ്പക്കാരന് അമേരിക്കൻ ആൺപിള്ളേർക്ക്, അമേരിക്കയിലും ഇന്ത്യയിലും ഉണ്ട് ഇപ്പോൾ, ദേഹത്തൊക്കെ ഇപ്പോൾ എന്തോ അടിക്കും പിള്ളേർ? ടാറ്റു കുത്തും. ടാറ്റു കുത്തുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട്. പണ്ട് അമേരിക്കയിലൊക്കെ അത് കൂടുതലാണ്. അപ്പോൾ ഇവനങ്ങ് ദേഹം മുഴുവൻ ടാറ്റും കുത്തി. 1, 2 അല്ല, 12 ടാറ്റു കുത്തി. എത്ര ടാറ്റുവാ? 12 ടാറ്റു. ഈ 12 ടാറ്റു കുത്തിയപ്പം അപൂർവമായിട്ടൊക്കെ ചിലർക്ക് ഇത് റിയാക്റ്റ് ആകും, ചൊറിച്ചിലൊക്കെ ഉണ്ടാകും, ചിറക്കൊക്കെ ഉണ്ടാകും. ഏതായാലും ഇവനിത് റിയാക്ഷനായി ഡൈ ചെയ്യുന്ന പോലെയാണ്. ചിലർക്ക് ഡൈ കുഴപ്പമില്ല, എന്നാൽ ചിലർക്കെല്ലാം ഡൈ എന്ത് ചെയ്യാം? അലർജി ആകാം, അല്ലേ? ഡൈ അലർജി ആകുന്നുണ്ട്. ഡൈ ചെയ്ത് കിഡ്നി പോയവരെക്കുറിച്ച് ഞാൻ കേട്ടു. ഡൈ ചെയ്ത് ക്രിയാറ്റിൻ കൂടിയെന്നൊക്കെ പറയുന്നു. ക്യാൻസർ വരാമെന്ന് പറയുന്നു. ഏതായാലും ഡൈ ചെയ്യുന്നവരെ ഓർക്കുക. ആരാണ്ടോട് ചോദിച്ചു, നീ എന്തോ ചെയ്യാൻ ചോദിച്ചാൽ പറഞ്ഞു, ഐ ആം ഡൈയിങ് എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക? ഡൈയിങ്. വാട്ട് ആർ യു ഡൂയിങ് ചോദിച്ചാൽ പറഞ്ഞു, അപ്പച്ചൻ മോളോട് പറയുക, കൊച്ചുമോളെ, അപ്പച്ച വാട്ട് ആർ യു ഡൂയിങ്? ഐ ആം ഡൈയിങ്. നോയിങ്ങിലി ഒരു അൺനോയിങ്ങിലി അപ്പച്ചൻ ഈസ് അഡ്മിറ്റ് ദാറ്റ് വൈൽ ഹീ ഈസ് ഡൂയിങ് ഡൈ. ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യുക? കെമിക്കലെല്ലാം കൂടെ വാരത്തേക്ക്. ഏതായാലും ഇവൻ ഇച്ചിങ് ആയപ്പോൾ ഡോക്ടറെ കണ്ട. ഡോക്ടർ പറഞ്ഞ് ഇത് റിമൂവ് ചെയ്യണം, പക്ഷേ ലേസർ തെറാപ്പി ചെയ്ത് വേണം ഇത് റിമൂവ് ചെയ്യാൻ. ഭയങ്കര ഹൈ കോസ്റ്റ്ലിയാണ്. അമേരിക്കൻ ഒരു സിസ്റ്റത്തിലൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി ഇവൻ അപ്ലൈ ചെയ്തപ്പം ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞു, ടാറ്റുവിന് മെഡിക്കൽ കവറേജ് തരത്തില്ല, ഇൻഷുറൻസ് കവറേജ് തരത്തില്ല. അറ്റാക്കിന് തരാം, ക്യാൻസറിന് തരാം, ആക്സിഡൻറ്റിന് തരാം, പക്ഷേ എന്തിന് തരത്തില്ല? ടാറ്റുവിന് തരത്തില്ല. നിന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല ടാറ്റു പഠിക്കാൻ. ടാറ്റു ഈസ് നോട്ട് എ മെഡിക്കൽ റീസൺ. അതുകൊണ്ട് ടാറ്റുവിന് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് തരത്തില്ലെന്ന് ഇവൻ കൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ട് കേസ് കൊടുത്തു. ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായിട്ട് കോടതി വിധിച്ചു, എന്ത് കൊടുക്കണ്ട? ഇൻഷുറൻസ് കൊടുക്കണ്ട. അങ്ങനെ ഇൻഷുറൻസ് കൊടുക്കണ്ട എന്നുള്ള വിധി വന്നത് കൊണ്ടും ചൊറിച്ചിൽ മാറത്തില്ലല്ലോ. അവൻ്റെ ചൊറിച്ചിൽ മാറത്തില്ലല്ലോ. ചൊറിച്ചിൽ കൂടി വന്നു. അവസാനം നിവൃത്തിയില്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് കാശുണ്ടാക്കി അവനെ 12 ടാറ്റുവിൽ ഏറ്റവും കൂടുതൽ ചൊറിച്ച 2 ടാറ്റു അവൻ കാശ് കൊടുത്ത് മാറ്റി. ഇന്ന് അവൻ കമ്പനിയിൽ അറിയപ്പെടുന്നത് ഇച്ചിങ് -2 എന്നാണ്. ടോട്ടൽ ഇച്ചിങ് 12 -2. നൗ ഹീ ഈസ് നോൺ ആസ് ഇച്ചിങ് -2. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സന്ദേശം കിട്ടി. ആ സന്ദേശം ഇതാണ്: സഭയ്ക്ക് ടാറ്റു അടിച്ചാൽ എന്തോ കിട്ടത്തില്ല, ഇൻഷുറൻസ് കിട്ടത്തില്ല. ചില ചുമ്മാ സഭയ്ക്ക് ടാറ്റു അടിക്കും, അങ്ങ് ടാറ്റു അടിക്കും. എവിടെ ടാറ്റു അടിക്കുന്നറിയാം? സോഷ്യൽ മീഡിയയില്ല. കയറിയിരുന്ന് അങ്ങ് എഴുതി പൊടിക്കും. എന്നിട്ട് പുള്ളി വലിയ സംഭവം ചെയ്ത പോലെയാണ് പറയുക. സഭയ്ക്ക് ടാറ്റു അടിക്കുന്നവരോർത്തോണം എന്തില്ല? ഇൻഷുറൻസ് കവറേജ് ഇല്ല. എന്നാൽ ദൈവസഭയുള്ള ബന്ധത്തിൽ നിന്നോ 4 തലമുറയ്ക്കുള്ള ഇൻഷുറൻസ് കവറേജ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുക, നീതിമാൻ തുണയില്ലായിരിക്കുന്നതും അവൻ്റെ സന്തതി
അപ്പം ഇരക്കുന്നതും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാട്ടിലെ രാജാവിൻ്റെ മക്കൾ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുന്നത് കണ്ടു. നാട്ടിലെ രാജാവിൻ്റെ മക്കൾ, ശൗലിൻ്റെ മക്കൾ അലയുന്നത് കണ്ടു. പക്ഷെ ഒന്ന് ഞാൻ കണ്ടില്ല, നീതിമാൻ്റെ സന്തതി അപ്പം ഇരക്കുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ദൈവസഭയോടുള്ള ബന്ധത്തിലാണത് പറയുക. അപ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ആ നിഗൂഢമായ സഭ സ്ഥാപിക്കപ്പെടുകയാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ. 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ക്രിസ്തു ശിഷ്യരെ വിളിച്ചു നോക്കിയിട്ട് 1:4 പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എന്തുവോളം? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുക. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം. അങ്ങനെ അവർ കുടി മരിക്കുമ്പോൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം തരും. അങ്ങനെ അവർ കാത്തിരുന്നു. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് അമ്മ മറിയത്തോടെയും മറ്റ് സഹോദരിമാരോടെയും ശിഷ്യന്മാരോടും ഒപ്പം കാത്തിരുന്നപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു, ആ വീട് മുഴുവൻ നിറഞ്ഞു. അവരെല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു, അന്യഭാഷകളിൽ സംസാരിച്ചു. ഓടിക്കൂടി ആളുകൾ. ഓടിക്കൂടിയവർക്കെല്ലാം എന്ത് മനസ്സിലായി? ഈ പറയുന്നതൊക്കെ മനസ്സിലായി. ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കും. ഇന്നത്തെ ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആദ്യം ഉണ്ടായൊരു മാറ്റം, വന്നവർക്കെല്ലാം എന്തൊക്കെയോ എന്തായി മനസ്സിലാകാൻ തുടങ്ങി. മനസ്സിലായി. ഇന്നൊരു കൺഫ്യൂഷൻ്റെ ലോകത്താണ് പൊതുവെ പോവുക. അത് ഭയങ്കര പ്രശ്നമാണ് സത്യത്തിൽ. ഈ ഭർത്താവ് ഓഫീസിൽ ചെന്നാൽ നമുക്ക് ടെൻഷനുമായിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ വീട്ടുകാർക്ക് എന്താകും? ടെൻഷനാകും. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഒരു കഥ കേട്ടോണ്ടാണ് വന്നത്. ആ കഥ ആരും വൈഫ് അയച്ചു തന്ന, ചില നല്ല കഥകളൊക്കെ ആരെങ്കിലുമൊക്കെ അയച്ചു തരും. അപ്പോൾ എല്ലാവരുടെയും കേൾക്കത്തില്ല. എന്നാൽ സെലക്റ്റീവായിട്ട് അയക്കുന്നവരെ ശ്രദ്ധിക്കാറുണ്ട്. അവർ വല്ല ഗുണമുള്ളത് അയക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്തൊരു കഥ പറഞ്ഞു. ഒരു സ്റ്റാഫ് എന്നും വരുമ്പോൾ വീട്ടിൽ നിന്നൊരു റോസാപ്പൂ വളർത്തി മാനേജറുടെ റൂമിൽ കൊണ്ടുവെക്കും. മാനേജർ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഒരു പ്രാവശ്യം മാനേജർ ഇങ്ങനെ വന്നപ്പം ഈ പിയൂൺ അവിടെ ഇരിക്കാണ്ട് സാധു മനുഷ്യനാണ്, സ്നേഹം കൊണ്ട് ചെയ്യുന്ന. അപ്പോൾ അദ്ദേഹം ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാതെ ഈ മനുഷ്യൻ പറഞ്ഞു, കൊന്നാലും എൻ്റെ മേശപ്പുറത്ത് വെച്ച പൂ ഇന്നങ്ങ് വാടിയ പൂവാണല്ലോ ഇവിടെ താൻ കൊണ്ടുവന്ന് പറഞ്ഞു. നല്ല പൂ വെച്ചപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പൂ വാടിപ്പോയല്ലോ എന്ന് പറഞ്ഞു. ഈ പിയൂൺ ഇതങ്ങ് സങ്കടമായി. പിയൂൺ സങ്കടപ്പെട്ട് അന്നത്തെ ദിവസം അയാൾ ചെയ്ത് ഒന്നും ശരിയായില്ല. ഏതായാലും സ്ട്രെസ് അടിച്ച് അയാൾ വീട്ടിൽ ചെന്നു. സാധാരണ വീട്ടിലോട്ട് അയാൾ ചെന്ന് വരുമ്പോഴേ പാവം പിടിച്ച ഭാര്യ ചേട്ടായി വരുമ്പോഴേ അതൊരു സന്തോഷമല്ലേ, വരുമ്പോഴേ കഥ തുറന്ന് ചിരിച്ചുകൊണ്ട് വരും. ഇപ്പം പൊതുവെ ആരും വരാറില്ല, അങ്ങനെ തിരിച്ചുകൊണ്ടൊക്കെ വരും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ അപ്പായെയും കൊണ്ട് രാത്രി ICU കിടക്കും. അപ്പ ICUവിൽ, ഞാനും ഭാര്യയും ICUവിൻ്റെ പുറത്ത്. വർഷങ്ങൾക്ക് മുമ്പാണ്. നിശബ്ദതയുടെ കൂരിരുട്ട്, എങ്ങും ഒരു അനക്കവും ഇല്ല. ICUവിൻ്റെ മുമ്പിൽ ഞങ്ങൾ മാത്രം. രാത്രി 2 മണിക്ക് ഇങ്ങനെ ഒരു പാട്ട് തഴുകി തലോടി വരിക. ആരോ ഉറക്കെ പാടുന്നു, പൂമുഖവാതുക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തുങ്കളാണ് എൻ്റെ ഭാര്യ. ആൻറ്റി പാടുന്നു, പൂമുഖവാതുക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തകൾ. അപ്പം ഞങ്ങളുടെ ഇവിടെ തപ്പിപ്പോയി ഇതാരാന്ന് കാണാൻ ചെന്നപ്പോൾ ഒരു ബെഞ്ചിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ഉറക്ക രാത്രി 2 മണിക്ക് പാടുക, പൂമുഖവാതുക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തകൾ. അപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ട് പറഞ്ഞു, എന്തോ ഒരു നല്ല ഭാര്യയായിരിക്കും, അതുകൊണ്ടാണ് ഈ രാത്രി പാടുക. ഞങ്ങൾ ചെന്ന് വളർത്തി ചേട്ടായി പുള്ളി ഞെട്ടിപ്പോയി, എല്ലാം മറന്ന് പാടുക. എന്തൊരു നല്ല ഭാര്യയായിരിക്കും. അവരെവിടാ 12 വർഷം മുമ്പ് അവളെന്നെ ഇട്ടേച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയി, എന്നാലും അവൾ നല്ലവളായിരുന്നു. ഇപ്പോഴും ആ ഓർമ്മയും പാടുക, പൂമുഖവാതുക്കൽ സ്നേഹം വിതയ്ക്കുന്നു. ഏതായാലും ഈ മനുഷ്യൻ ചെന്നപ്പോൾ ഭാര്യ ചായയും കൊണ്ട് വന്ന് കഥ തുറന്നു. ഇയാൾ സ്ട്രെസ് അടിച്ച നിൻ്റെ ചായ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തട്ട് എന്തോ പോയി, ചായ പോയി. അതോടുകൂടി ആര് അസ്വസ്ഥയായി? ഭാര്യ അസ്വസ്ഥയായി. ഭാര്യ അസ്വസ്ഥയായി ചെന്നപ്പോഴാണ് മോള് ഹോംവർക്ക് ചെയ്യിക്കാൻ വേണ്ടി അമ്മ എടുത്തു തരുന്നത്. എന്നും ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ആരാ? അമ്മയാണ്. അമ്മ എന്തോ ചെയ്തു? ഹോംവർക്കും കൊണ്ട് വന്നപ്പോൾ ആ ബുക്ക് മേടിച്ചു ഒരൊറ്റ കയറ് തന്നെ അങ്ങോട്ട് ചെയ്യത്തില്ല, എൻ്റെ അടുക്ക വന്നേക്കാം, ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ചുരുക്കത്തിൽ ആര് അസ്വസ്ഥയായി? കൊച്ച് അസ്വസ്ഥയായി. അവിടെ ഒരു കൊച്ചു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ഈ പൂച്ചക്കുട്ടിക്ക് മോളെ വലിയ ഇഷ്ടമാണ്. മോൾ അസ്വസ്ഥപ്പെട്ടിരുന്നപ്പോൾ ആര് വന്നു? പൂച്ചക്കുട്ടി വന്നു. ഒറ്റ ചവിട്ട് ആര് ചത്തുപോയി? പൂച്ച ചത്തുപോയി. പൂച്ച ചത്തുപോകാൻ കാര്യം ആരാ? സത്യത്തിൽ പൂച്ച ചത്തുപോകാൻ കാര്യം ആരാ?
പൂച്ചയെ കൊന്ന ആരാ? പൂച്ചയെ കൊന്നത് മോളാണോ റോസാപ്പൂവാണോ? പൂച്ചയെ കൊന്നത് ഈ മോളാണോ റോസാപ്പൂവാണോ? അപ്പോൾ റോസാപ്പൂ തൊട്ട് പ്രശ്നം തുടങ്ങിയത് അവരവരുടെ സ്ട്രെസ്സ് ഇങ്ങനെ കാര്യവും ചെയ്ത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് ഒരു കലക്കത്തിൻ്റെ ആത്മാവ് എല്ലായിടത്തും ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട് അല്ലേ? ഒരു കാര്യമില്ലാതെ അയാൾ വന്നപ്പോൾ സ്ട്രെസ്സുമായിട്ട് വീട്ടിൽ വന്ന ഭാര്യയുടെ ചായ തട്ടിക്കളഞ്ഞു. അവക്കെന്തായി? ടെൻഷനായി. കൊച്ചിൻ്റെ ഹോംവർക്കിൻ്റെ കീറിക്കളഞ്ഞു. ആർക്ക് ടെൻഷനായി? കൊച്ചിനെ ടെൻഷനായി. പാവം ആര് ചത്തുപോയി? പൂച്ചക്കട്ടി ചത്തുപോയി. ഇതുപോലെയാണ് നമ്മുടെ എല്ലാം വീടുകളിൽ ഇങ്ങനെ കലങ്ങുക. കൊച്ച് വന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ചെറുക്കന്മാരുണ്ട്, ഇപ്പം എനിക്ക് ബൈക്ക് മേടിച്ചു തരുന്നുണ്ടോ, ഇപ്പം എനിക്ക് ബൈക്ക് മേടിച്ചു തരുന്നുണ്ടോ. ഭക്ഷണമായി. പെങ്കൊച്ച് വേറെ ഫോൺ മേടിച്ചു കൊടുക്കണം. ചില പെൺപിള്ളേരുണ്ട് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പെൺപിള്ളേരെല്ലാം കൂടെ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഇന്ന് കൂട്ടുകാരത്തിൽ തീറ്റി കിടക്കാൻ പോവുക, ഞങ്ങളെല്ലാവരും അവിടെ കിടക്കുന്നത്. അമ്മ എന്താ പറയും? ഇവിടുന്ന് ഒരുത്തിയും ഒരു വീട്ടിലും രാത്രി എന്ത് ചെയ്യുന്നില്ല? കിടക്കത്തില്ല. പിന്നെ ഇവിടുന്ന് ആരും പോകത്തില്ല. കൊച്ചെന്താ പറയും? പിന്നെ ഞാൻ എന്തു ചെയ്യും? അപ്പോൾ പിന്നെ അമ്മ എന്താ പറയും? ഇവിടുന്ന് ഒരുത്തി എന്ത് ചെയ്തില്ല? പോകത്തില്ല എന്ന് പറയും. അച്ചായൻ ചിലപ്പോൾ മൂളി അമ്മ പറഞ്ഞാൽ എന്ത് ചെയ്തു? പൊക്കോ. ഈ അച്ചായന്മാർ നൈസായിട്ട് എസ്കേപ്പ് ചെയ്യും. എല്ലാം കൂടെ ആരുടെ മണ്ടയ്ക്കോട്ടിടും. അമ്മ പറഞ്ഞാൽ പൊക്കോളാൻ. അമ്മ വിടത്തില്ലെന്ന് ആർക്കറിയാം? അച്ഛനറിയാം. അച്ചായൻ പിള്ളേരുടെ മുമ്പ് ഡീസൻറ്റ് നല്ല പപ്പ അലയ്ക്കുന്നതെല്ലാം ആരാ? അമ്മയാണ്. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, പോകണ്ട, ഇവിടുന്ന് ആരും പോകുന്നില്ലേ. കൊച്ചു പറഞ്ഞു, പിന്നെ പോവും. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. എന്തോ കലങ്ങി? ഭാഷ കലങ്ങി. ഈ ഭാഷ കലങ്ങിയെടുത്ത് ഭാഷ അറിയാം. കൊച്ചനും അവൻ IT കൊച്ചൻ കൂട്ടുകാരനോടൊപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. തലേദിവസമാണ് അവൻ അതിൻ്റെ ഇറങ്ങിയപ്പം തന്നെ ന്യൂ ബ്രാൻഡ് ഐഫോൺ മേടിച്ചു. ഏറ്റവും വില കൂടിയ ഫോണാണ് മേടിച്ച് ഇരിക്കും. അത് കുത്തി വെച്ചേക്കുക. അവൻ്റെ അമ്മയ്ക്ക് പ്രായമാണ്. അപ്പോൾ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ബെല്ലടിക്കുന്ന കേട്ടോണ്ട് ഓടി വന്നപ്പം മോൻ തിണ്ണയിരുന്ന് വർത്തമാനം പറയുക. അപ്പോൾ അമ്മയ്ക്കൊരു പേടി, ഇനിയും കോളങ്ങാണം നിന്ന് പോയാൽ പാവത്തിനറിയില്ല. ഈ അമ്മ ഇത് എടുത്തുകൊണ്ട് ഡിസ്കണക്ട് ചെയ്ത് എടുത്തുകൊണ്ട് കൊടുക്കുക മോനെ. പക്ഷേ ഡിസ്കണക്ട് ചെയ്ത് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ ഈ സാധനം കയ്യിൽ നിന്ന് അങ്ങ് താഴെ പോയി. പുത്തൻ ഐഫോൺ താണ്ട് അതിൻ്റെ ഡിസ്പ്ലേ എല്ലാം പൊട്ടിപ്പോയി. കൂട്ടിരിക്കുന്ന കൂട്ടുകാരന് മനസ്സിലായി ഇത്രയും വില കൂടിയ ഫോണാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ട് അമ്മയെടുക്കെ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ ഇത് പൊട്ടിയോ? നല്ല കാര്യമായി. എന്നാ കാര്യം എന്നറിയാം? പൊട്ട ഫോണാണ്. ഒരു കാര്യം കേൾക്കത്തില്ല ഇതിനകത്തൂടെ പറഞ്ഞാൽ. ഞാനിതൊന്ന് കളയാനിരിക്കുകയായിരുന്നു. ഏതായാലും പൊട്ടിയ നന്നായി, നാളെ ഇതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുക. അമ്മയ്ക്ക് സമാധാനം. തിരിച്ച് വന്നപ്പം കൂട്ടുകാരൻ ചോദിച്ചു, പൊട്ട ഫോണാണ്, ഇത്രയും വിലയുള്ള ഫോൺ, ഇനി ഞാൻ മേടിച്ച ഫോൺ, നീ എന്തോ വർത്താനാ പറഞ്ഞേ? അപ്പോൾ അവൻ കൂട്ടുകാരനോട് പറഞ്ഞു പോലും, എൻ്റെ അമ്മ പാവമാണ്, അവർ സാധു വീട്ടമ്മയാണ്, അവർക്ക് ഐഫോൺ എന്താണെന്ന് അറിയില്ല. പക്ഷേ അപരിചിതനായ നിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ അമ്മയെ വല്ലാതെ വഴക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഹൃദയം പൊട്ടും. ആ പൊട്ടിയ ഹൃദയം എനിക്ക് എങ്ങും എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് മേടിക്കാനൊക്കെ ഇല്ല. ഇത് പക്ഷേ എനിക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, ഇച്ചിരി പണനഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. അവിടെ അമ്മയെ മനസ്സിലാക്കാൻ മോന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഈ മനുഷ്യനെ മനസ്സിലാക്കാനൊക്കെ. അവിടെ കൂടി വന്നവർക്കൊക്കെ എന്തു മനസ്സിലായി? ഭാഷ മനസ്സിലായി. ഈ മനുഷ്യരൊക്കെ ഏതോ ഒരു ലോകത്തോട് ഓടുക. ആരും ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു ലോകത്തിൽ എന്തൊക്കെയോ സ്ട്രെസ്സുകളുമായിട്ട് അത് കാര്യം ചെയ്ത് പോവുകയാണ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവ് വന്നപ്പം അവർക്ക് കൂടി വന്നവർക്കെല്ലാം എന്ത് മനസ്സിലായി? ഭാഷ മനസ്സിലായി. കലക്കങ്ങളുടെ ലോകത്ത് പരിശുദ്ധാത്മാവ് ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു വലിയ അത്ഭുതം ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യം, 2:14. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട്, ആരുടെ കൂടെ? 11 പേരോട് കൂടെ. എല്ലാവരും ആ വാക്കൊന്ന് ചേർന്ന് പറഞ്ഞേ, എത്ര പേരുടെ കൂടെ? 11 പേർ. അവിടെ വലിയൊരു അത്ഭുതമുണ്ട് കേട്ടോ. ഈ ഉദ്ധാനത്തിന് മുമ്പ്, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിന് മുമ്പ് 3.5 വർഷക്കാലം ഈ ശിഷ്യർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു.
പക്ഷേ ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങളിൽ ആരാണ് വലിയവൻ? ഞങ്ങൾ നിൻ്റെ കൂടെ ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും? വലിയവൻ ആരാണെന്നാണ് ചോദിക്കുക. പക്ഷേ ഈ വലിയവൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് ഭയങ്കര മാറ്റം ഉണ്ടായി ഒരു ദിവസമുണ്ട്. അത് ഉദ്ധിതൻ്റെ ഉദ്ധാനത്തിൻ്റെ അന്നാണ്. ഉദ്ധിതൻ ഉദ്ധാനം ചെയ്യുകയാണ്. ആ പ്രഭാതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അതിരാവിലെ കല്ലറയ്ക്കിലേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്. ആരാ? മറിയൊക്കെയാണ് വരികയാണ്. അവരധികാലത്ത് ഈ കല്ല് നമുക്ക് വേണ്ടി ആരും ഉരുട്ടി മാറ്റുമെന്നൊക്കെ വരുമ്പോൾ കല്ല് തുറന്ന് കിടക്കുന്നത് കാണുന്നു. ക്രിസ്തു വിളിക്കുന്നു. അവർ ഓടിപ്പോയിട്ട് ഈ വർത്തമാനം ആരോട് പറയുന്നു? ശിഷ്യരോട് പറയും. ശിഷ്യരോട് പറഞ്ഞപ്പോൾ 2 പേര് ഓടി വരികയാണ്. ആരൊക്കെയാ? യോഹന്നാനും പത്രോസും. യോഹന്നാൻ ഇവിടെ പറയുക സ്നേഹിച്ച ശിഷ്യനെന്നാണ്. ശിഷ്യൻ ഓടി വന്നു. മുമ്പിൽ ഓടിയെത്തിയത് ആരാന്നറിയാമോ? മുമ്പിൽ ഓടിയെത്തിയത് ആരാ? 20 വായിച്ചു. യോഹന്നാൻ 20. യോഹന്നാൻ 20 കാണുന്നു 24-ാം വാക്യം. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്ക് വന്നു. പുസ്തകമുള്ളവർ ആവോളം തുറക്കണേ. 20 ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കെത്തി. കുനിഞ്ഞു നോക്കി, ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല. അവൻ്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയെ കിടന്നു. ശീലകൾ കിടക്കുന്നു. അവൻ്റെ തലയെ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കിടക്കാതെ ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് എന്ന് കണ്ട് വിശ്വസിച്ചു. ആരാണ് ആദ്യം വന്നത്? ആദ്യം കല്ലറയ്ക്കൽ ഓടിയെത്തിയത് ആരാ? യോഹന്നാനാണ്. പക്ഷെ ആദ്യം കല്ലറയിൽ കടന്ന ആരാ? പത്രോസാണ്. പത്രോസ് 2ാമതാണ് എത്തിയത്. പക്ഷെ പത്രോസിനെ യോഹന്നാൻ ആരാക്കി? 1ാമനാക്കി. 1ാമനായി യോഹന്നാൻ ആരായി? 2ാമനായി. ഇതിനു മുമ്പ് അവർ ചോദിച്ച ചോദ്യമുണ്ട്, ആരാണ് വലിയവൻ? ഇന്ന് തന്നെ ഇവർക്ക് വലിയവനാകണ്ടാത്തേ? എന്തുകൊണ്ടായി 1ാമൻ ആരായത്? 2ാമനായത്? ഒറ്റ കാര്യമാണ്. യോഹന്നാനെ കർത്താവ് ഒരു രഹസ്യം കാണിച്ചു. ക്രൂശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ മാത്രം കണ്ട ഒരു കാര്യമുണ്ട്. ഒരു പടയാളി വന്നിട്ട് അവൻ്റെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ അവൻ്റെ ചങ്ക് തുറന്നു. ആ ചങ്കിനകത്തുനിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അതാര് കണ്ടു? യോഹന്നാൻ കണ്ടു. കർത്താവിൻ്റെ ചങ്ക് കണ്ട യോഹന്നാന് ഇനി ഒരിക്കലും 1ാമനാകാനുള്ള തിടുക്കമില്ല. ചങ്ക് കണ്ടവൻ എന്താകണ്ട? 1ാമനാകണ്ട. 1ാമൻ ആരായി? 2ാമനായി. 2ാമനെ ആരാക്കി? 1ാമനാക്കി. ഇതാണ് കുടുംബത്തിലൊക്കെ സംഭവിക്കേണ്ടത്, സഭയിൽ സംഭവിക്കേണ്ടത്. ഇതൊരു ഗ്രേറ്റ് മിസ്റ്ററിയാണ്. ഇത് കാണണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പീഡ കുരിശ് ചങ്ക് കാണണം കേട്ടോ. അവർക്ക് മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ. ഇന്ന് കുടുംബങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഡിവോഴ്സുകൾ കൂടുന്നു. അതിനെതിരെ ആരും പറയാറില്ല. നമ്മൾ ഒരു വലിയ യാത്രയിലാണ്. ഈ യാത്രയിൽ കുടുംബങ്ങൾ തകർന്ന ഈ സഭ തകരും. കുടുംബങ്ങൾ തകർന്ന സഭ തകരും. കുടുംബങ്ങൾ തകർന്ന കുഞ്ഞുങ്ങളില്ലാതെ വരും. കുഞ്ഞുങ്ങളില്ലാതെ വന്നാൽ നാളെ സഭ കാണില്ല. ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഞങ്ങൾ ഇന്നലെ റാന്നി സെൻറ് തോമസ് കോളേജിൻ്റെ ജൂബിലി പൂർവ്വ അലുമിനി സംഗമം. എന്തുമാത്രം പിള്ളേർ! ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് PDCക്ക് തന്നെ 1000 പിള്ളേരാണ്. ഇന്ന് +2 ഇല്ല. പോട്ട് ഡിഗ്രിയിലൊക്കെ ഒരു അഡ്മിഷനൊക്കെ കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇന്ന് ഏത് കോഴ്സിനും ചുമ്മാ കിട്ടും. കാരണം ആരില്ല? പിള്ളേരില്ല. പിള്ളേരില്ലാത്ത എന്തുകൊണ്ടാ? പിള്ളേരൊന്നും പുറത്തു പോയത് തന്നെയല്ല, പിള്ളേരെ വേണ്ട. കല്യാണം കഴിച്ച ദമ്പതികൾക്ക് ആര് വേണ്ട? പിള്ളേർ വേണ്ട. പിള്ളേർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറവാണിന്ന്. പല പിള്ളേരെയും കല്യാണം കഴിക്കുമ്പോഴേ പറയും നമുക്കിപ്പോഴെന്തോ വേണ്ട? പിള്ളേരെ വേണ്ട. പിന്നെ ഇവർക്ക് തോന്നുമ്പം വേണമെന്ന് അന്നേരം കൊടുക്കാൻ ആരാണ്ടിരിപ്പുണ്ടോ തമ്പുരാൻ? ഇവർക്ക് ഇഷ്ടമുള്ളപ്പം കൊടുക്കാനുള്ളതാണോ കുഞ്ഞ്? അല്ല, കുഞ്ഞ് കർത്താവിൻ്റെ താനല്ലേ. ഈ അടുത്തിടയ്ക്ക് ഒരു പെങ്കൊച്ച് എൻ്റെ അടുക്ക വന്നു. അവിടെയൊക്കെ സങ്കടം. അവൾ വയസ്സ് 10, 33, 4 അത്ര അധികം. അവൾ ഇതുവരെയും കെട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവൾക്ക് കെട്ടണം. 30, 35 ആകുമ്പോൾ ഇവർ കെട്ടാൻ വന്നാൽ നമ്മൾ ഉപദേശിമാർ കുഴഞ്ഞു പോകും. നമ്മൾ എവിടെ പോയി ചെറുക്കനെ കൊണ്ടുവരും? സങ്കീർത്തനം 127 പറയുന്നു, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ അവയെ കൊണ്ട് തൻ്റെ ആവനാഴിയെ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യം. എനിക്ക് തോന്നുന്നു ഞാനേ ഇതിപ്പം പറയാറുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, യൗവനത്തിൽ മക്കളുണ്ടാകണമെങ്കിൽ പിള്ളേരെപ്പം കല്യാണം കഴിക്കണം? യൗവനത്തിൽ കല്യാണം കഴിക്കണം. അപ്പോൾ ആ കുട്ടി കണ്ട് പറയാണ് കല്യാണം കഴിക്കാൻ പക്ഷേ വിത്ത് എ കണ്ടീഷൻ, പിള്ളേരുണ്ടാകണം നിർബന്ധിക്കുന്ന ഭർത്താവ് പാടില്ല. ഇനി വന്നാലും ഒന്നേ ആകാവും, ഒന്നിക്കുള്ളിൽ എനിക്ക് ഒക്കത്തില്ല.
ഞാൻ ചോദിച്ചു, നീ എത്രാമത്തെയാ? ഞാൻ മൂന്നാമത്തെ. നീ മൂന്നാമത്തെ ആയപ്പോൾ നിൻ്റെ അമ്മ അന്ന് പറഞ്ഞു 1 മതിയെന്ന് പറഞ്ഞാൽ നീ കാണുമായിരുന്നോ? ഇല്ല, അമ്മ സ്വീകരിച്ചു മക്കളെയെല്ലാം. അല്ല, ഈ കൺവെൻഷൻ സെൻറ്ററിൽ ഞാൻ ചോദിച്ചോട്ടെ, രണ്ടാമത്തെ മക്കളൊന്ന് കൈപൊക്കിക്കേ. ദൈവം, രണ്ടാമത്തെ മക്കൾ, നിങ്ങളുടെ വലിയവരും ചെറിയവരല്ല, വീട്ടിൽ രണ്ടാമത്തെ മക്കളൊന്ന് കൈപൊക്കിക്കേ. ദൈവം അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ മക്കൾ താത്തിട്ടെ, മൂന്നാമത്തെ മക്കൾ കൈപൊക്കിക്കേ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ മക്കൾ കൈപൊക്കിക്കേ. ദൈവം അനുഗ്രഹിക്കട്ടെ. അഞ്ചാമത്തെ മക്കൾ കൈപൊക്കിക്കേ. കൈ താത്തിടരുതേ. കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളാണ്. അഞ്ചാമൻ ഓമന കുഞ്ചാണ്. കണ്ടോ, ഓമന കുഞ്ചിക്കളെ കണ്ടോ? അഞ്ചാമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. 6ാമത്തെ മക്കളെ കൈപൊക്കിക്കേ. കണ്ടോ? 7ാമത്തെ മക്കളെ കണ്ടോ? 7. 8ാമത്തെ മക്കളെ കണ്ടോ? 8. ഒരു നല്ല കയ്യടി കൊടുത്തേ. അവിടെ അമ്മ ഉണ്ടോ? അമ്മച്ചി ഉണ്ടോ? മരിച്ചുപോയി. എന്നാലും 8ാമത്തെയാ. 9ാമത്തെ ഉണ്ടോ? 9. 10. 9 ഉണ്ടോ ഇവിടെ? 10 ഉണ്ടോ? 11 ഉണ്ടോ? 10 ഉണ്ടോ? 11, 12. നല്ല ആഞ്ഞ കൈയോട് കൂടെ അമ്മച്ചിയുടെ അമ്മയ്ക്ക് ഉണ്ടോ? അമ്മച്ചി അമ്മ ഉണ്ടോ? മരിച്ചുപോയി. എന്നാലും എന്തൊരു അമ്മയായിരുന്നു. 12 മക്കളെ പെറ്റൊരമ്മയെ. നിൻ്റെ മക്കളിൽ ഞാനാണ് നാഥൻ അല്ലേ? നോക്കിയേ, 12 മക്കളെ പെറ്റൊരമ്മയുടെ മോള്. 12ാമത്തെയാ? ഏറ്റവും ഇളയതാ? എൻ്റെ കർത്താവേ, ഒന്ന് നല്ലപോലെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. 12 മക്കൾ കണ്ടോ? 12 മക്കളെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കണ്ടിട്ടുള്ളത് 14 മക്കളെ പ്രസവിച്ച ഒരമ്മയാണ്. അപ്പച്ചനെ അമ്മച്ചി ഞാൻ റീസെൻ്റായിട്ട് പോയി കണ്ടു. അപ്പോൾ അമ്മച്ചിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ മക്കളുണ്ടാകത്തില്ല, യൂട്രസ് ക്യാൻസർ. ഇവരൊന്ന് വൃദ്ധരായിപ്പോൾ യൂട്രസ് ക്യാൻസറാന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടും കൂടെ ഒരു കാര്യം ദൈവസന്ധി ഉടമ്പടി എടുത്തു. അമ്മ, എൻ്റെ ഭാര്യയുടെ യൂട്രസ് ക്യാൻസർ മാറ്റിയാൽ എത്ര മക്കളെ തന്നാലും റെഡി ടു റിസീവ്. അങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 കിട്ടി. അപ്പച്ചൻ എന്നോട് ചെവി പറയുക, പാസ്റ്റർ ജി, സ്റ്റിൽ ഐ ആം ഓക്കെ, ബട്ട് വാട്ട് ടു ഡു? എൻ്റെ കുഴപ്പമല്ല, ഷീ ഈസ് നോട്ട് ഓക്കെ നൗ, അതർവൈസ് ഐ വുഡ് ഹാവ് ബീൻ ഓക്കെ എന്ന് പറഞ്ഞ് അപ്പച്ചനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. എന്നാലും ഇന്ന് ആരെ വേണ്ട? മക്കളെ വേണ്ട. മക്കളെ വേണ്ടാത്തൊരു തലമുറയുടെ ലോകത്തൂടാണ് നമ്മൾ പോവുക. അപ്പോൾ കുടുംബങ്ങൾ തകർന്നാൽ ആരില്ലാതെ വരും? മക്കളില്ലാതെ വരും. മക്കളില്ലാതെ വന്നാൽ നാളെ സഭ കാണത്തില്ല, സമൂഹം കാണത്തില്ല, കോളേജ് കാണത്തില്ല, സ്കൂൾ കാണത്തില്ല. അത് തന്നെയല്ല, ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ദൗത്യം സ്വർഗത്തിന് ചെയ്യുക. ജനിച്ച ഒരു കുഞ്ഞ് മരിച്ചു പോയാലും സ്വർഗത്തിൽ ചെല്ലുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? ഒരു കുഞ്ഞ് ജനിച്ചു, മരിച്ചു, ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? സംശയം വേണ്ട, കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ കാണും, സ്വർഗത്തിൽ കാണും. വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയല്ല, സ്വർഗത്തിനൊരു അവകാശിയെ കൂടെ കൊടുക്കുകയാണ്. സ്വർഗത്തിനൊരു അവകാശിയെ കൊടുക്കുന്ന ജൈവ പ്രക്രിയയിലാണ്, സ്വർഗീയ പ്രക്രിയയുടെ ഭാഗമാകുകയാണ് ദമ്പതികൾ പങ്കുചേരുമ്പോൾ. അതിന് പക്ഷേ ഇന്ന് വിരുദ്ധമായി തടസ്സമായി നിൽക്കുന്നൊരു കാര്യമുണ്ട്. ആരാണ് വലിയവൻ എന്നുള്ളതാണ്. ആരാണ് വലിയവൻ? ഭാര്യയാണോ ഭർത്താവാണോ വലുത്? പറ, ഭാര്യയാണോ ഭർത്താവാണോ വലുത്? സംശയമല്ലേ? ഭാര്യയാണോ ഭർത്താവാണോ വലുതെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ പറയാമായിരുന്നു ആരാ വലുത്? ഭർത്താവ് ഭാര്യ വലുത്. പക്ഷേ ഇന്ന് കൺസെപ്റ്റ് എല്ലാം മാറുക. ഞാൻ പല ക്യാമ്പിലും പറയുന്നൊരു കാര്യമുണ്ട്. പെൺപിള്ളേർ മൊത്തത്തിൽ ഫോർവേഡായി, മിടുക്കരായി. പിള്ളേർ എന്നാൽ ആൺപിള്ളേരെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സ്ത്രൈണഭാവത്തിലേക്ക്. നിങ്ങൾ ആ പോസിറ്റീവായിട്ട് സമൂഹത്തെ നോക്കിയാൽ മതി. പെൺകുട്ടികളൊക്കെ നിക്കറിട്ടുകൊണ്ടൊക്കെയാണ് ഇപ്പം ടൂർ പോകുന്നതും നടക്കാൻ പോകുന്നതും. പെൺപിള്ളേരുടെ നിക്കറിൻ്റെ ഇറക്കം എത്രയും കാണും, ഇനി മേളി വരെയാണ്. എന്നാലും ആൺപിള്ളേർ കുറച്ചുകൂടെ ഡീസൻറ്റാണ്. മിക്കവാറും ആൺപിള്ളേരുടെ നിക്കറിനൊക്കെ എന്തോരം ഇറക്കം കാണും, മുട്ട് വരെ ഇറക്കം കാണും. ആരാ ഡീസൻറ്റ്? പറയണ്ട. ഇനിയും പൊക്കോട്ടെ. ആഭരണം ബന്ധുക്കോസുകാർ ഉപയോഗിക്കാറില്ല. ഞാൻ ആഭരണം ഇടാറില്ല, ഇടത്തുമില്ല. എൻ്റെ തീരുമാനമാണത്. അപ്പം അതെൻ്റെ തീരുമാനം. എൻ്റെ ഭാര്യ ഇടത്തില്ല, അതെൻ്റെ തീരുമാനം. മക്കളോട് നമ്മൾ പറയുന്നുണ്ട് എന്ത് ചെയ്യരുത്, ഇടരുത്. ഇതുവരെ ഇട്ടിട്ടില്ല, നമ്മുടെ ആഗ്രഹം ഇടരുതെന്ന് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എന്നാലും ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ, ആഭരണം സ്ത്രൈണഭാവമാണോ പൗരുഷഭാവമാണോ? ആഭരണം സ്ത്രൈണഭാവമാണോ പൗരുഷഭാവമാണോ കൂടുതലും? ആഭരണം സ്ത്രൈണഭാവമാണോ പൗരുഷഭാവമാണോ? ആരാ കൂടുതൽ ആഭരണം ഇടുന്നത്, സ്ത്രീകളോ പുരുഷന്മാരോ?
സമ്മതിച്ചു. പക്ഷേ ഇന്ന് പല പെൺകുട്ടികളും എന്തിടത്തില്ല, ആഭരണം ഇടത്തില്ല. ഇടാതെ പെൺപിള്ളേരെ കണ്ടുണ്ടോ? കഴുത്തരിയില്ല. ഈ എളിവിന് പൊട്ടന് അബദ്ധം പറ്റി. എങ്ങാണ്ടൊക്കെ നിൽക്കുമ്പോൾ പെൺപിള്ളേർ ആഭരണം ഇടാതെ പ്രൈസ്തലോട് മോളെ. അവർ ഹിന്ദുക്കളൊക്കെയാണ്. അവരെന്നെ കണ്ട് അന്തം വിട്ട് നോക്കുക. കാരണം അവരെ വിശ്വാസിയാണെന്നുള്ള ചിന്തയിലാണെന്ന് ഞാൻ. വിശ്വാസികളല്ലാത്ത ഒത്തിരി പെൺപിള്ളേരുണ്ട് എന്തിടാത്തെ, ആഭരണം ഇടാതെ. പക്ഷേ ഇപ്പോഴത്തെ ആൺപിള്ളേരെ കണ്ടിട്ടുണ്ടോ? അവൻ ഇവിടെയും കുത്തും, ഇവിടെയും കുത്തും, ഇവിടെയും കുത്തും. അവൻ കുത്താന്നിടത്തെല്ലാം കുത്തും. പെൺപിള്ളേർക്ക് എന്തോ വേണ്ട, ആഭരണം വേണ്ട. പെണ്ണ് ആണായി, ആണ് ശരിയാണോ? അപ്പം എന്നിട്ടോ പെൺപിള്ളേർ നിക്കറൊക്കെ ഇട്ടിട്ട് ബുള്ളറ്റിലാണ് സോളോ ട്രിപ്പ് പോകുന്നത് ഒറ്റയ്ക്ക്. ഞങ്ങളുടെ അതുവഴി നിന്നാൽ ഈ മൂന്നാറിനൊക്കെ പോകുന്ന പിള്ളേർ. ഞാൻ നിങ്ങളെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് ഉറപ്പിലാണ് പെങ്കൊച്ചെ പോകുന്നത്? അങ്കിൾ, എൻ്റെ കൈ പെപ്പർ സ്പ്രേയും പിച്ചാത്തിയും ഉണ്ട്. അവന്മാർ വന്നാൽ അപ്പം ടിഷ്യൂ നടിക്കും. എന്തോ ഉറപ്പിലാണ് പോകുന്നറിയോ? ബുള്ളറ്റേ പോവുക. അവൾ ആഭരണമൊന്നും ഇടാതെ നിക്കറൊക്കെ ഇട്ട് പെപ്പർ സ്പ്രേ ഒക്കെ ഇട്ട് ബുള്ളറ്റേ പോകുമ്പോൾ ഇവ മുടി താണ്ടി അവിടെ മുടി ഇത്രയും ബോബി ചെയ്തു. എന്നാടി മോളെ ബോബി ചെയ്തേ? അതെൻ്റെ പൊന്നങ്കിളെ എന്തോ ഒരു പാടാന്നറിയത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ എല്ലാം അങ്ങ് പോയി ഉള്ളല്ല. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ അതങ്ങ് ബോബി ചെയ്തു. ഇവനോ മുടി വളർത്തി ഇവിടെ കെട്ടിവെച്ച് ഇവിടെയും കമ്മലിട്ട് ഇവിടെയും കുത്തിയിട്ട് അവൾ ബുള്ളറ്റിൽ പോകുമ്പോൾ ഇവൻ പൊതുവെ പുറകെ ആക്റ്റീവായാൽ അവനോടാണ് നമ്മൾ പറയുന്നത്. അവളോട് ഭാര്യ ഭർത്താവിന് എന്ത് ചെയ്യണം? നടക്കോ പാടാ. എന്നാലും ആരാ വലുത്? ഇനി പൊക്കോട്ട്. പലയിടത്തും സത്യസന്ധമായിട്ട് പറ, വിദേശ മലയാളികളും കൂടുതലാണ്, ശമ്പളം കൂടുതൽ ആർക്കാ? പണ്ട് ബ്രെഡ് വിന്നർ ആരായിരുന്നു? ബ്രെഡ് വിന്നർ വീട്ടിൽ ചിലവ് നടത്തുന്ന ആരാ? അച്ചായൻ. വീട് നോക്കുന്ന ആരാ? അമ്മമ്മ. അതിൻ്റെ ഹുങ്ക് അച്ചായനുണ്ടായിരുന്നു. ഞാൻ നമുക്ക് ചിലവിന് കൊടുക്കുന്നില്ലേ? ഇനി എന്തോ വേണ്ടേ? വല്ല കുറവുണ്ടോ ചോദിച്ചാൽ എല്ലാം മേടിച്ച് കൊടുത്തില്ലേ പറ. ചോദിക്ക് പാസ്റ്ററെ, ഞാൻ കൊടുത്തില്ലേ? അച്ചായൻ ചിലവിന് കൊടുത്തെന്നുള്ളതാണ്. ഇന്ന് പക്ഷേ സത്യത്തിൽ ആരാ ചിലവിന് കൊടുക്കുന്നത്? അവളാ ചിലവിന് കൊടുക്കുന്നത്. അവിടെ ചിലവിലാണ് ആര് കഴിയുക? ഭർത്താവ് കഴിയുക. ആരാ വലുത്? ആരാ വലുത്? പ്രശ്ന ആരാ വലുത്? ഇവരൊക്കെയാണ് പ്രശ്നം. ഇവിടെയാണ്. എന്നെ ഒരു രാജ്യത്ത് കൊണ്ടുപോയി. ഞങ്ങൾ ചില കഥകൾ പറയും, പക്ഷെ കഥ ഞാൻ ഒരിക്കലും എവിടത്തെയാണെന്ന് പറയത്തില്ല, ക്ലൂ തരത്തില്ല. എന്നാലും തണുത്ത ഒരു രാജ്യത്ത് ഞാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോള് പണിയുമ്പോൾ എന്നെ എൻ്റെ ഒരു കസിൻ, എൻ്റെ ഒരു സഭയുടെ വിശ്വാസി എന്നെ വിസയും ടിക്കറ്റും തന്ന് അവിടെ സ്ഥലത്ത് കൊണ്ടുപോയത് ഹോള് പണിയുടെയൊക്കെ ബന്ധത്തിലാണ്. ശുശ്രൂഷയുണ്ട്, ഹോള് പണിയൊക്കെ വേണ്ടി ഫണ്ട് റൈസിങ്ങും ഉണ്ട്. കള്ളം പറയുന്നതിന് സത്യസന്ധമാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയല്ലല്ലോ, ദൈവസഭയ്ക്ക് ഫണ്ട് റൈസ് ചെയ്യണം, അതിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എന്നെ ഈ സുഹൃത്ത് ഒരു വീട്ടിൽ കൊണ്ടുപോയി. പ്രശ്നമാണ്, പ്രാർത്ഥിക്കണം, ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, തണുത്ത രാജ്യം. ഇതൊന്നും അല്ല ഒറിജിനൽ ഐസ് വീഴുന്നിടത്ത്. അവിടെ ഹീറ്റർ എല്ലായിടത്തും ഉണ്ട്. ഈ വീട്ടിൽ ഹീറ്ററില്ല. എന്നെ തണുക്കുന്നു, പിള്ളേരെ തണുക്കുന്നു, എല്ലാവരും. ഞാൻ ചോദിച്ചു, ഹീറ്റർ ഇല്ലേ? ഇവർ കണ്ണി നോക്കുക ഭാര്യ. ഹീറ്റർ ഇല്ലേ? ഇതെന്നെ ഓണാക്കാത്ത, എന്നെ തണുക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഈ ടോപ്പപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ മാസം അവൾ ചെയ്തു, പിന്നെ അവൻ ചെയ്തു, പിന്നെ ഇവൾ ചെയ്തു. ഈ പ്രാവശ്യം അവൻ്റെ ടേണാ, അവൻ ചെയ്തില്ല, അതുകൊണ്ട് അവളും ചെയ്തില്ല. ഇങ്ങനെ വിറയ്ക്കുക. പിന്നെ കണക്കങ്ങോട്ട് കീറിക്കെട്ടി പറയാൻ തുടങ്ങി, പൈസയുടെ കണക്കാ. അവൻ്റെ അപ്പൻ അസുഖം ഉണ്ടായപ്പോൾ ഇവൾ പൈസ അയപ്പിച്ചില്ല, അയാൾ ചത്തുപോയി. അവിടെ അപ്പൻ അസുഖം ഉണ്ടായപ്പോൾ ഇവൻ പൈസ അയപ്പിച്ചില്ല, അയാളും ചത്തുപോയി. രണ്ടിനും ആൻജിയോപ്ലാസ്റ്റിയാണ്. നിമ്മളന്മാർ പൈസ കൊടുത്തില്ല, ചത്തു. മഴക്ക രണ്ടും കൂടെ വഴക്കുണ്ടാക്കുക, എന്നെ വിറയ്ക്കുക. അപ്പം ഞാൻ എഴുന്നിട്ട് എന്നെ അങ്ങ് കാലിച്ച് കണ്ടു. യോഹന്നാൻ ശാപൻ്റെ ആത്മാവ് കയറി. അപ്പോൾ എൻ്റെ കസിൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഗുണം പിടിക്കുന്ന കേസല്ലിത്, അവളെ സപ്പോർട്ട് ചെയ്യും, അവിടെ ഇല്ല പൈസ, നമുക്ക് ഹോള് പണിയണം, കിട്ടുന്ന മേടിച്ചുകൊണ്ട് പോവാം. ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ കൊണ്ട് ഹോള് പണിതാൽ ഹോൾ ഇടിഞ്ഞ് താഴെ വീഴും, കമ്പനീസിൻ്റെ സഹിക്കില്ല. നിങ്ങളെന്തോ ഞങ്ങളെക്കുറിച്ച് ഓർത്തേക്കുന്നേ? ഞങ്ങൾ പൈസയ്ക്ക് അടയ്ക്കാമെന്നോ? ഞങ്ങൾ പൈസയ്ക്ക് അടയ്ക്കൊന്നുമല്ല. ഞങ്ങളെന്നും പ്രാർത്ഥിക്കും, ദൈവികതമല്ലാത്ത ഒറ്റ പൈസ കൈ വന്നേക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? പൈസയ്ക്ക് പ്രാർത്ഥിക്കുന്ന വേറൊരു കാര്യം. അപ്പം തന്നെ പ്രാർത്ഥിക്കും, കർത്താവേ, തിരികതമല്ലാത്ത ഒരു പൈസയെ ഈ കൈ വരരുത്, അത് ശാപമാ. ദൈവികതമല്ലാത്ത ഒരു പൈസയും വരരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ദൈവിതം അല്ലാത്ത വേണോ? ദൈവിതം അല്ലാത്ത പൈസ കൈ വരണോ? വേണ്ടാന്ന് തന്നെ പറയണം. ആർജവത്വത്തോടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടൊന്നും മുടങ്ങത്തില്ല. ദൈവികമായിട്ടുള്ളതേ വരത്തുള്ളൂ, വരാവൂ.
ഏതായാലും ഞാൻ പറഞ്ഞു ഇവിടെ പൈസ വേണ്ട, ഞാൻ പോവാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് എൻ്റെ ചെരുപ്പിൻ്റെ പൊടി തട്ടിയിട്ടിട്ട് പോന്നു. ഞാൻ പോരുന്നതിന് മുമ്പ് ഒരു വാർത്ത കേട്ടു, ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായപ്പം അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, അവനെ ഡീപ്പോർട്ട് ചെയ്തു. പിള്ളേരെ സോഷ്യൽ സർവീസുകാർ കൊണ്ടുപോയി പാകിസ്ഥാനികൾ വളർത്തുക. ഇവരുടെ പൈസയ്ക്ക് എന്ത് വിലയാ? ഇവരുടെ പൈസയ്ക്ക് എന്ത് വിലയാ? എന്നാൽ ഒരു പൈസ ഇല്ലാത്ത എത്രയോ ഇടത്ത് അത്താഴപ്പട്ടിണിക്കാർ ഉള്ളതങ്ങോട്ട് കൂട്ടി കഴിച്ചിട്ട് രണ്ടുപേരും കൂടെ സ്വസ്ഥമായിട്ട് കിടക്കുന്നുണ്ട്. എന്നോടൊരു സഹോദരി പറഞ്ഞു, പാസ്റ്ററെ കല്യാണം കഴിച്ച് വന്നപ്പോൾ 2.5 അടി കട്ടിലായിരുന്നു, ഒരു കൂറ തലവണയും പഴയ കുഴിഞ്ഞ ഒരു മത്തയും. 2.5 അടി കട്ടിലായതുകൊണ്ട് സന്തോഷമായിരുന്നു, കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു. 2.5 അടിയല്ലേ ഉള്ളൂ. ഇപ്പം സൗകര്യം കൂടി 6 അടി കട്ടിലാ, വലിയ കട്ടിലാ, കിങ് സൈസാ. ഞാൻ അങ്ങേ അറ്റത്തും അച്ചാൻ അങ്ങേ അറ്റത്തുമാണ്. സൗകര്യം കൂടിയപ്പോൾ ബന്ധങ്ങൾ കുറഞ്ഞില്ലേ? ആരാ വലുത്? പൈസയല്ല വലുത്. ഉദ്ദിതനെ കണ്ടോ സ്വയം സബ്മിറ്റ് ചെയ്യും. ആരും വലുതല്ല, നീയാണ് എന്നേക്കാൾ വലുത്, ഞാനാണ് നിന്നേക്കാൾ താഴെ, നീ ഒന്നാമനാകട്ടെ എന്ന് പറയാൻ കഴിയുന്ന മനോഭാവം ഉണ്ടാകണമെങ്കിൽ, അപരനെ ബഹുമാനിക്കാൻ കഴിയണമെങ്കിൽ ഒറ്റ കാര്യം ഉണ്ടാകണം, ഉദ്ദിതൻ്റെ ചങ്ക് കണ്ടവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കരമടിച്ച് സ്തുതിച്ചേ. ഉദ്ദിതൻ്റെ ചങ്ക് കണ്ടവരുടെ മനോഭാവങ്ങൾ മാറും കേട്ടോ. ഉദ്ദിതൻ്റെ ചങ്ക് കണ്ടവർക്ക്, ക്രൂശിതൻ്റെ ചങ്ക് കണ്ടവർക്ക് ഇനിയും വലുതാകുമെന്നും വേണ്ട. അവൻ്റെ കുടുംബബന്ധത്തിൽ മാറ്റം വരും, അവൻ്റെ സഭാബന്ധത്തിൽ മാറ്റം വരുമോ? വരും. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞേ. കുടുംബ പ്രശ്നങ്ങളുടെ കാര്യം എന്താ? ഒറ്റ കാര്യം, ആരാ വലുതെന്നുള്ള ചോദ്യമാണ്. ആരാ വലുത്? എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങ് ദേഷ്യവും സങ്കടം എല്ലാം വരിക. എന്തോ മനുഷ്യർ ഇതെന്തൊരു ലോകം, എന്തൊരു ലോകമാണ്. ഞാനൊരു വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെന്ന് കയറുമ്പോൾ നമ്മൾ ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഇവർക്ക് ഇത് അഴിച്ചു മാറ്റാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് എമർജൻസി ചെന്ന് വിളിച്ചത് അത്യാവശ്യം. എന്നാന്നറിയാമോ? ഭാര്യ പെട്ടെന്ന് വന്നപ്പോൾ താണ്ട് ഇങ്ങനെ പേടിച്ചു പോയി കണ്ടിട്ട്. ചുറ്റി ഒരു ചുന്നി എടുത്ത് ചുറ്റി കഷ്ടിച്ച് ഈ മൂക്കും വായും കാണാം, കെട്ടി വെച്ചേക്കുക. ബാക്കി മുഴുവൻ വരിഞ്ഞ് ചുറ്റി വെച്ചേക്കുക. ഞാൻ പേടിച്ചു. ഞാൻ ചെയ്ത് എന്തൊരു കൊല. കെട്ടിയോൻ പറഞ്ഞു, ഞാൻ ഉമ്മ കൊടുക്കാതിരിക്കാൻ ഇവൾ കെട്ടി വെച്ചേക്കുക, എന്നിട്ടാ കൂടെ വന്ന് കിടക്കുക. ഞാൻ ഉമ്മ കൊടുക്കാതിരിക്കാൻ ഇയാൾ ഇവിടെ മാത്രം അവൾ കെട്ടി, ബാക്കി കെട്ടി വെച്ചേക്കുക. ഞാൻ ഓർത്തു, ഇവിടെ പൈസയ്ക്ക് എന്താ പ്രയോജനം? ഇവിടെ 2 നില വീട് എന്തൊരു നരക, ഒന്നുമില്ലാത്ത കുടിലിൽ എന്തൊരു സമാധാനമാ. ദൈവമേ, നീയല്ല വലുത്, ഞാനുമല്ല വലുത്. ഞാനും നീയും ചെറുതാകുമ്പോൾ നമ്മിൽ കർത്താവ് വലുതാകും. ഞാനും നീയും ചെറുതാകുമ്പോഴാണ് കർത്താവ് വലുത്. ഞാനോ കുറയണം, അവനോ എന്നിൽ വളരണം. കരമടിച്ച് സ്തുതിച്ചിന്ന് രാത്രി പ്രാർത്ഥിച്ച്, ദൈവമേ കുറച്ചുകൂടെ മാറ്റങ്ങൾ മനോഭാവങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അവർ പത്രോസ് എത്ര പേരുടെ കൂടെ നിന്നു? 11 പേരോട് കൂടെ. പത്രോസിനെ വലുതായി അംഗീകരിക്കാൻ അവർക്ക് തടസ്സമുണ്ടായില്ല. ഭർത്താവിനെ അംഗീകരിക്കാൻ ഭാര്യയ്ക്കും, ഭാര്യയെ അംഗീകരിക്കാൻ ഭർത്താവിനും, ഭാര്യ വീട്ടുകാരെ അംഗീകരിക്കാൻ ഭർത്താവിനും, ഭർത്തൃ വീട്ടുകാരെ അംഗീകരിക്കാൻ അവർക്കും കഴിയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഉണ്ടായിടത്തെ ഒരു കാര്യം ഉണ്ടാകത്തുള്ളൂ, മക്കൾ നിങ്ങളെ അംഗീകരിക്കത്തുള്ളൂ. മക്കൾ നിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ ഈ ഒരു മനോഭാവത്തെ വളരാൻ കഴിയണം. യേശുവേ, അങ്ങയുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ ഞങ്ങൾക്ക് തരണം. തുറന്ന ചങ്കിങ്ങനെ കിടക്കുക കേട്ടോ. ആ ചങ്ക് നോക്കി ഇന്ന് യോഹന്നാൻ പറയുന്നു, എനിക്കിനി ഒരിക്കലും വലിയവനാകണ്ട. പത്രോസേ, നീ ഒന്നാമനായിക്കോ, ഞാൻ നിൻ്റെ പുറകിൽ നിന്നുകൊള്ളാമെന്ന് പറയുന്ന കാഴ്ചപ്പാട്. യേശുവേ നന്ദി, അവൻ എന്നിൽ വളരട്ടെ, അവിടുന്ന് എന്നിൽ വളരട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ കൺവെൻഷൻ്റെ രാത്രിയിൽ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ചുകൂടൊന്ന് വിനയപ്പെടാൻ, എൻ്റെ കുടുംബത്തിൽ കുറച്ചുകൂടെ കലക്കം മാറി ഒരു സ്നേഹത്തിൻ്റെ ഐക്യത വ്യാപരിക്കാൻ, പരസ്പരം ഒന്ന് വിനയപ്പെടാൻ, ദൈവമേ പരസ്പരം ഒന്ന് ചെറുതാകാൻ, എന്നേക്കാൾ അവനെ വലുതായി കാണാൻ, എന്നേക്കാൾ അവളെ കുറച്ചുകൂടെ ശ്രേഷ്ഠയായി കാണാൻ എൻ്റെ ദൈവമേ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേ. അകത്തുള്ള എല്ലാ മനോഭാവങ്ങളിലും വലിയ മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. അവിടുന്ന് വളരട്ടെ, ഞാൻ കുറയട്ടെ. അവിടുന്ന് എന്നിൽ വളരട്ടെ, ഞാൻ കുറയട്ടെ. യോഹന്നാൻ
തുറന്ന ചങ്ക് കണ്ടു കേട്ടോ. യോഹന്നാൻ തുറന്നൊരു ചങ്ക് കണ്ടു. ചങ്ക് കണ്ടവന് മറ്റൊന്നും വേണ്ട. ചങ്ക് കണ്ടവന് മറ്റൊന്നും വേണ്ട. ഞാൻ യോഹന്നാനോട് ചോദിച്ചു, അതിലെന്താ കണ്ടത്? യോഹന്നാൻ കണ്ടു, പറഞ്ഞു, ഞാൻ അതിൽ കണ്ടത് ഒറ്റ കാര്യമാ, സ്നേഹം, 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 ത്യാഗം, 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 സ്നേഹവും ത്യാഗവും. അതാണ് ഞാൻ ആ ചങ്കിൽ കണ്ട. രക്തവും വെള്ളത്തിൽ നിന്നും ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അഗാപ്പയുടെ സ്നേഹം ഒഴുകുകയാ. ആ സ്നേഹത്തിൻ്റെ നദി എന്നിലൂടെ ഒഴുകാൻ, എൻ്റെ കുടുംബത്തിലൂടെ ഒഴുകിയിട്ട് ഞാനോ കുറയട്ടെ, അവൻ വളരട്ടെ, അവൻ വളരട്ടെ, എല്ലാവരും വളരട്ടെ. മക്കൾ ആ ബന്ധത്തിൽ കണ്ട് വളരട്ടെ. ആഗ്രഹിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ച് ഈ രാത്രി അറക്തം മുട്ടിച്ച് മോഷ്ടിച്ച് കുടുംബ ബന്ധങ്ങളെ തകർത്ത്, സഭാബന്ധങ്ങളെ തകർത്ത്, ഹല്ലേലൂയ, അയൽബന്ധങ്ങളെ തകർക്കുന്ന ദുഷ്ടരൂപി ശക്തികളുടെ വ്യാപാരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി അവിടുത്തെ ചങ്ക് കാണുക. ഹല്ലേലൂയ. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. അങ്ങനെ പത്രോസ് 11 പേരോട് കൂടെ നിന്നു. ഒന്ന്, കുറച്ചുകൂടെ ഭാഷ മനസ്സിലായി അല്ലേ? അവർക്ക് പരസ്പരം എന്ത് മനസ്സിലായി? ഭാഷ മനസ്സിലായി. കലക്കുക, കലക്കത്തിൻ്റെ ലോകമാണ്. കലക്കത്തിൻ്റെ ലോകത്ത് ഭാഷ മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ടാകുക. ഇവിടെ വലിയൊരു പ്രശ്നങ്ങളുടെ ലോകത്തോടാണ് ലോകം പോവുക. എന്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാര്യം? ഭാഷ കലങ്ങിപ്പോവുക. അവിടെ അവർക്ക് ഭാഷ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഓടിക്കൂടിയവർക്കെല്ലാം ഭാഷ മനസ്സിലായി. പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് സംസാരിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. ആ പ്രസംഗത്തെ മുഴുവൻ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുക. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 17 മുതൽ 16-ാമത്തെ വാക്യം, ഇന്ന് യോവേൽ പ്രവാചനം മുഖാന്തരം അരുളി ചെയ്തത്. അത് യോവേൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിൽ കാണാം. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിനുമേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ. അപ്പോൾ യോവേൽ പ്രവാചകൻ്റെ പുസ്തകം പറഞ്ഞുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുകയാണ്. അതിന് കാരണമുണ്ട്. അന്ന് പുസ്തകങ്ങൾ ഇതുപോലെ അച്ചടി പുസ്തകങ്ങളില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ അന്നുണ്ടായിരുന്ന പുസ്തകങ്ങൾ തുകച്ചുരുളുകളൊക്കെയാണ്. എന്നിട്ടും ഈ വചനം ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് പറയണമെങ്കിൽ പത്രോസിൻ്റെ അകത്ത് ഈ കൂടെ നടന്നപ്പോൾ, വചനത്തിൻ്റെ കൂടെ നടന്നപ്പോൾ, വചനം ജഡാവതാരം ധരിച്ച് കൂടെ നടന്നവൻ്റെ കൂടെ നടന്നപ്പോൾ അവരുടെ അകത്ത് എന്ത് കയറി? വചനം കയറി. അകത്തെന്തോ വേണം? ദൈവവചനം വേണം. ഹല്ലേലൂയ. ആ വചനം പ്രസംഗിച്ചപ്പോഴാണ് 3000 പേർ രക്ഷിക്കപ്പെട്ടത്. ഇന്നും വചനം പ്രസംഗിച്ചാൽ അത്ഭുതങ്ങളുണ്ടാകും. വചനം പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ വചനം പറയണം. ഞാനൊരു വലിയ സാക്ഷ്യം കേട്ടു. ചെറിയ സാക്ഷ്യമാണെങ്കിലും അത് ഞാൻ കേട്ടില്ല. ഞങ്ങളുടെ സഭയിൽ വന്നപ്പോൾ ഞാനന്നില്ല. PG മാത്യു സാറ്, അദ്ദേഹം ചർച്ച് ഓഫ് ഗോഡിൻ്റെ മുൻ അസോസിയേറ്റ് ഓവർസിയർ ആയിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. PG മാത്യൂസ് അങ്കിള്, PG മാത്യൂസ് ദൈവദാസൻ, പ്രായമുള്ളൊരു ദൈവദാസനാണ്. അദ്ദേഹം പരസ്യങ്ങൾ നടന്നൊരു ദൈവദാസനാണ്. അദ്ദേഹം തൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഞങ്ങളുടെ ആ നാടിൻ്റെ മലയുടെ മകളിലാണ്. അവിടെ അദ്ദേഹത്തിന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഒറ്റ കാര്യം ചെയ്യും. 10, 16, 17 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരൻ ഒരു പാറയുടെ പുറത്ത് കയറി നിന്നുകൊണ്ട് എന്ന് 4 മണിക്ക് ഒരു 8-10 വാക്യം വിളിച്ച് പറയും. ചുമ്മാ അങ്ങ് വിളിച്ച് പറയും. അതെല്ലാം മാനസാന്തരപ്പെടാൻ ഞാൻ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും. വിശ്വസിക്കുകയും സ്ഥാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇപ്പോഴൊക്കെയാണ് ഈ കൺവെൻഷനൊക്കെ പാട്ട്. മറ്റേ കൺവെൻഷനൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് വിളിച്ച് പറയും? വാക്യങ്ങൾ വിളിച്ച് പറയും. വാക്യങ്ങളാണ് കൺവെൻഷൻ നോട്ടീസിൻ്റെ മകളിൽ പോലും എന്താ എഴുതുക? വാക്യം എഴുതിയാണ് കൺവെൻഷൻ കൊടുക്കുക. അപ്പോൾ വാക്യങ്ങൾ വിളിച്ച് പറയുമായിരുന്നു. അദ്ദേഹം വാക്യങ്ങൾ വിളിച്ച് പറയും. ആര് കേട്ടു ആര് കേട്ടില്ല അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് ഓസ്ട്രേലിയ ബ്രിസ്ബെയിനിൽ പാസ്റ്റർ ജസ്വിൻ, അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയുണ്ട്, നല്ലൊരു ദൈവദാസൻ. ഞാനവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. വളരെ അടുത്തൊരു ആത്മീയ ബന്ധം പാസ്റ്റർ ജസ്വിനുമായിട്ട് എനിക്ക് ഉണ്ടാകാൻ ഇടയായി തീർന്നു. അദ്ദേഹം PG മാത്യൂസ് അങ്കിൾ വർഷങ്ങൾക്ക് ശേഷം മകനെ സന്ദർശിക്കാൻ ഓസ്ട്രേലിയ ചെന്നപ്പോൾ തന്നെ തേടി ഒരു കുഞ്ഞ് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ അങ്കിള് 10, 17 വയസ്സുള്ളപ്പം വിളിച്ച് പറഞ്ഞുകൊണ്ട് വാക്യം പറയുമ്പോൾ അന്ന് എനിക്ക് 8 വയസ്സ്. പക്ഷേ 8 വയസ്സ് പ്രായമുള്ള ഞാൻ ഒരു വാക്യം കേട്ടു, അന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഒരു വാക്യം കേട്ടത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് ആ കുഞ്ഞ് വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ
ഇന്നും കവലകളിലൊക്കെ നിന്നുകൊണ്ട് എട്ടും പൊട്ടും അറിയാതെ 10 വാക്യം വിളിച്ച് പറയുന്നവരുടെ അകത്തൂടെ വരുന്ന ജീവൻ്റെ മൊഴികൾ. ഹല്ലേലൂയ. എന്തിനാണ് ഈ കൺവെൻഷൻ നടത്തുക? പ്രിയ സഭനൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ യോഗം നടത്തുക. പൈസയുടെ തിരത്തള്ളൽ കൊണ്ടല്ല. കൺവെൻഷൻ നടത്തിയിട്ട് 10 പേരോട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുണ്ട്. എന്ത് ക്രെഡിറ്റാണ്? കുറേ കുറ്റമല്ലാതെ എന്ത് ക്രെഡിറ്റാണ് കിട്ടുക? പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, പറയപ്പെടുന്ന വചനങ്ങൾ നാളെ ഫലം തരാതെ മടങ്ങി വരികയില്ലെന്നുള്ള ഉറപ്പ്. കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ മക്കളോടും പറയട്ടെ, എന്ത് വായിക്കണം? ദൈവവചനം വായിക്കണം, ദൈവവചനം വായിക്കണം. എല്ലാ മക്കളും പറഞ്ഞേ എന്ത് ചെയ്യണം? ദൈവവചനം വായിക്കണം. ദൈവവചനം വായിക്കുമ്പോൾ ബൈബിള് കയ്യിലെടുക്കണം. 1 കയ്യിലെടുക്കണം, കണ്ണുകൊണ്ട് കണ്ടു. 2 അത് ഉറക്കെ വായിക്കണം. വായിക്കുമ്പോൾ നമ്മുടെ വിരലുകൾ ആ വേദപുസ്തകത്തിൻ്റെ താളിൽ തൊടണം. ഇന്നങ്ങനെ സൗകര്യം കിട്ടിയില്ലേ? എന്തുകൊണ്ട് തൊടണം? എൻ്റെ കൈ തൊട്ട ജീവൻ്റെ വചനം. ഹല്ലേലൂയ. എൻ്റെ കൈ തൊട്ട ജീവൻ്റെ വചനം. അത് കേൾക്കണം, കാത് കേൾക്കണം, കണ്ണ് കാണണം. ഹല്ലേലൂയ. എനിക്ക് ഈ വചനത്തോടൊരു താല്പര്യം ഒരു തരത്തിലുള്ളത്, ഇപ്പോഴൊക്കെയാണ് ഈ ഫോട്ടോ വലിയൊരു സംഭവം അല്ലാതായി മാറിയത്. ഇന്ന് ഫോട്ടോ ഒരു വിഷയമല്ല, ആണോ? എല്ലാവരും സെൽഫി ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ ഫോട്ടോയാണ്. പക്ഷെ പണ്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. പ്രായമാകുന്ന അച്ഛനും അമ്മയും വീട്ടിലുള്ളപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെയൊക്കെ വിളിച്ചുകൊണ്ട് വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവർ ഭയങ്കര ഇതൊക്കെ ആയിട്ട് വന്ന് എടുക്കും. ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ചെറുക്കെങ്കിലും ഇഷ്ടപ്പെടത്തില്ല. ചില പറയും, ഇപ്പം എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കണ്ട, ഞാൻ അങ്ങനെ ഇപ്പം ഭിത്തിയെ കയറുന്നില്ല. ഫോട്ടോ എടുത്താൽ അതിൻ്റെ അർത്ഥം എവിടെ വെക്കുമെന്നാണ്? ഭിത്തിയല്ലേ തൂക്കാനാ അല്ലേ? ഭിത്തിയെ തൂക്കാനാ. അപ്പോൾ എന്നാലും അപ്പച്ചനും അമ്മച്ചോടും ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഒരുമാതിരിപ്പെട്ട ഒരു സിറിയൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവ പശ്ചാത്തലമുള്ള പലരും, യാക്കോബക്കാരോ മർത്തോമക്കാരോ ആകട്ടെ, അവരൊരു കാര്യം ചെയ്യുമായിരുന്നു. അവർ വന്ന് ഫോട്ടോയ്ക്ക് നിൽക്കുമ്പം കയ്യിലെന്തോ കാണും? വേദപുസ്തകം കാണും. അവർ വേദപുസ്തകം എങ്ങനെ പിടിക്കുക? വേദപുസ്തകം എങ്ങനെ പിടിച്ചതെന്ന് കണ്ടിട്ടുള്ളവർ പറയാം. വേദപുസ്തകം അവരെങ്ങനെ പിടിച്ചെന്നറിയാം മക്കളെ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് കാണിച്ച്. അങ്ങനെ ഒന്ന് പിടിച്ച് അണ്ടാ കറക്റ്റ് പിടിച്ചു. അത് കറക്റ്റ് ഒന്നെടുത്തിട്ട് ഇന്ന് കാണിച്ചണ്ട്. ഈ കുഞ്ഞ് കണ്ടിട്ടില്ല. ബ്രദർ ഒന്ന് കാണിച്ച ബ്രദർ, നല്ലൊരു കാര്യം. നമ്മുടെ ക്യാമറക്കാരൊന്ന് കാണിച്ചേക്കാം. നിങ്ങളും കൂടെ കാണണം. ഇങ്ങനെ പിടിച്ചോണ്ട് സത്യവേദപുസ്തകം കണ്ടോ? ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേദപുസ്തകം. പെങ്കൊച്ചുണ്ട് പറയാ, കാണാൻ കൊള്ളാന്നൊരു കൊച്ച, എൻ്റെ പാർഷ എവിടെ പോയാലും ശല്യ, അങ്ങ് പ്രൊപ്പോസ് ചെയ്യുക, പുറകെ വരിക, ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ അക്ഷയോടെ ഒരു വഴിയുണ്ട്. സത്യവേദപുസ്തകം നെഞ്ചത്തെ പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് പ്രൊഫൈൽ പിക്ചർ ഇടുക. ആരെങ്കിലും റിക്വസ്റ്റ് അയക്കുമോ? ഇല്ല. എടാ, ഈ നമുക്ക് പറ്റിയ കേസല്ലടാ, അത് കന്യാസ്ത്രീയാടാ, പോട്ടടാ, എടാ വിട്ടുകളയടാ, പറ്റിയല്ലെന്ന് പറയടാ, രക്ഷയുടെ ഒരു വഴിയാടാ അത്. അങ്ങനെ വേദപുസ്തകം നെഞ്ചോട് പിടിച്ചുകൊണ്ട് പിള്ളേർ പ്രൊഫൈറ്റോ കഞ്ചാവ് ജോയിൻ്റ് അടിക്കാൻ വിളിക്കത്തില്ല. എടാ വരുന്ന ഒരെണ്ണം വഹിക്കാൻ വിളിക്കില്ല. വേദപുസ്തകത്തിന് ഭയങ്കര ശക്തിയാണ്. അപ്പോൾ വേദപുസ്തകം കയ്യിൽ വേണം. 2 വേദപുസ്തകം വായിക്കണം. 3 വേദപുസ്തകത്തെ തൊടണം. വേദപുസ്തക വചനങ്ങൾ ബൈഹാർട്ടായിക്കണം. എൻ്റെ ഹൃദയത്തിൽ വചനമുണ്ടോ? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ബലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. കരമടിച്ച് ശ്രദ്ധിച്ചേ. വചനം പറയണം. വചനം വായിക്കണം കേട്ടോ. വചനം വായിക്കുകയും ആവോളം വചനങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യണം? കാണാതെ പഠിക്കുകയും ചെയ്യണം. പത്രോസിനെ സാധാരണക്കാരാണ്, വലിയ വിദ്യാഭ്യാസമില്ല. പക്ഷെ പത്രോസ് എഴുന്നേറ്റ് ഇന്ന് വചനം പ്രസംഗിച്ചു, വചനം പറഞ്ഞു. 17-ാം വാക്യത്തിൽ വചനം, 21 വരെ വചനം, 25 മുതൽ 2:25 മുതൽ വചനം, വീണ്ടും 35 വചനം കോട്ട് ചെയ്ത് പ്രസംഗിക്കുകയാണ്. അത് കേട്ടപ്പോൾ 37-ാമത്തെ വാക്യം, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. ഉറക്കെ പറഞ്ഞേ, അവർ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. ഹൃദയത്തിൽ. അപ്പൊ വചനം പ്രസംഗം കേട്ടാൽ എന്തുണ്ടാകും? കുത്തുകൊള്ളണം. വചനപ്രസംഗം മോട്ടിവേഷൻ സ്പീക്കിംഗ് അല്ല. ഞാനും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സ്കൂളുകളിലൊക്കെ മോട്ടിവേഷൻ പരീക്ഷയുടെ സമയത്ത് സെക്കുലർ സ്കൂളുകളിൽ ഞാൻ പോകാറുണ്ട്, വിളിച്ചിട്ടുണ്ട്. എക്സാം എഴുതുന്ന പിള്ളേർക്കൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ കൊടുക്കാൻ. അപ്പം നമ്മൾ യു ക്യാൻ ഡു, യു വിൽ ഡു, എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവവചന പ്രസംഗം വെറും മോട്ടിവേഷൻ അല്ല. ദൈവവചനം കേട്ടാൽ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. They were cut to the heart. അവിടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടപ്പോൾ അവരെന്തോ ചെയ്തു?
പാസ്റ്ററെ മാറ്റാൻ കമ്മിറ്റി കൂടി ആണോ? അല്ല. അടുത്ത സഭയിൽ പോയി ആണോ? അല്ല. അവർ ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഒന്നുകൂടെ പറഞ്ഞേ, മാനസാന്തരപ്പെടണം. കട്ട് ചെയ്തു. They were cut to the heart and they asked, what shall we do? പത്രോസ് പറഞ്ഞു, repent. നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്നെ ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട്? മനുഷ്യരെല്ലാം ഇവിടെ പാപത്തിൽ ജനിച്ചവരാണ്. ആദാമിലെല്ലാവരും മരിക്കും, ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. റോമർ 5:12 ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ പാപിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യരെല്ലാം പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പം ആരും നീതിമാനില്ല, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ എന്ത് നഷ്ടപ്പെടുത്തി? ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. പാപമാണ്, അത് അടിസ്ഥാനപരമായ പ്രശ്നമാണ്. മനുഷ്യൻ ആരാണ്? പാപിയാണ്. ഈ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപത്തിൻ്റെ കർമ്മങ്ങൾക്കും പരിഹാരങ്ങൾക്കും കഴിയാതിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ജഡാവതാരം എടുത്ത് മനുഷ്യനായി 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ച് 3.5 വർഷക്കാലം പരിശുശ്രൂഷയെ ക്രിസ്തുവേശു 33 തിരുവയസ്സിൽ 6 കോടതി വിസ്തരിക്കപ്പെട്ടു. എന്നിട്ട് പിലാത്തോസിൻ്റെ അരമനയിൽ അടിക്കപ്പെട്ടു. എന്തിനാണ് അടിക്കപ്പെട്ടത്? ഒരു തെറ്റും ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി എന്തേറ്റു? ശിക്ഷയേറ്റു. ഈ കർത്താവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്തിനാണ് ശിക്ഷയേറ്റത്? സർച്ചക്രവർത്തിമാരുടെ കാലഘട്ടം, നല്ലൊരു അത് പറയാൻ മനസ്സിലാക്കി തരാൻ അതിൽപ്പര ഒരു കഥ എൻ്റെ മനസ്സിൽ വരുന്നില്ല. സർച്ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ആ കിരാത ഭരണത്തിനെതിരെ ഉണ്ടായ ഒരു മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു ഗറില്ല യുദ്ധമുറ പോലെ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ദീർഘദിവസങ്ങളുടെ യാത്ര. അവിടെ ലക്ഷ്യം കൊട്ടാരമാണ്, സർക്കാർ കൊട്ടാരം. പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് യാത്ര ചെയ്തപ്പോൾ അവർ കാര്യം തീരുമാനിച്ചു, ഇത്രയും ദിവസത്തെ യാത്ര ഭക്ഷണം ഇടയ്ക്ക് ശേഖരിക്കാൻ ഒക്കില്ല. പക്ഷേ ഇത്രയും യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് പോകാൻ ഒക്കില്ല. അതുകൊണ്ട് ഒരു നേരമേ ഭക്ഷണമേ ഉള്ളൂ, ഇത്ര ലിമിറ്റഡ് ഭക്ഷണമേ ഉള്ളൂ. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അവരെ കെട്ടിയിട്ട് 25 അടി അടിക്കണം. ഏതൊരു സംഘത്തിന് നിയമം വേണം. അങ്ങനെ തീരുമാനിച്ച് ഇവർ പോവുകയാണ്. പക്ഷേ സംഘത്തലവന് മനസ്സിലാക്കുന്നു, ഒരു രാത്രി ആരോ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. ആരാണത്? അന്വേഷണം നീണ്ടു. ഒടുവിൽ കണ്ടെത്തി സംഘത്തലവൻ്റെ അമ്മയാണ്. അമ്മ മറ്റാരുമില്ലാത്തതുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പിലുണ്ട്. അമ്മയാണ് ഭക്ഷണമൊക്കെ വെച്ചു. ഈ അമ്മ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ നിയമം പറഞ്ഞു പോയില്ലേ, മാറ്റമില്ല. എല്ലാവരും ഓർത്തു, സംഘത്തലവൻ എന്തായിരിക്കും പറയുക? അമ്മയാകുമ്പം മാറ്റം ഉണ്ടാകുമോ? പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിയമത്തിൻ്റെ വഴിക്ക്, അമ്മ വേറെ നിയമം വേറെ, നിയമത്തിൻ്റെ വഴിക്ക് 25 അടി അടിക്കണം, കെട്ടിയിട്ട് അടിക്കണം. വൃദ്ധയായ പാതുവായ അമ്മയെ കൊണ്ടുവന്നു മരത്തിന്മേൽ കെട്ടിയിട്ടു. ദയനീയമായി അമ്മ ഈ മകനെ നോക്കുന്നുണ്ട്, വല്ല കനിവുണ്ടാകുമോ? ക്രൂരമായി മകൻ നിൽക്കുന്നു. അടിക്കാൻ വന്നു. ചാട്ടക്കാരൻ വന്നു. ചാട്ടയെടുത്തുകൊണ്ട് അടിക്കാനായിയാണ്. ചാട്ടയെടുത്ത് ആഞ്ഞ് അടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ആ കെട്ടിയിട്ടിരുന്ന അമ്മയുടെ ആ മരത്തിലോട്ട് ചാട്ടക്കാരനും ചാട്ട അടിക്കും ഇടയ്ക്ക് ഈ മകൻ, സംഘത്തലവൻ അടിക്കാൻ കൽപ്പനയിട്ട ഈ മകൻ ഓടി വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ചെന്നു. അടി വീണു. 1, 2, 3, 4, 5, 6, 25 വരെ. ആരാ അടി കൊണ്ടത്? മകനാണ്. അടി കൊള്ളേണ്ടത് ആർക്കാ? അമ്മയ്ക്കാണ്. ഇത് തന്നെയാണ് മാനവകുലമേ, പാപത്തിൻ്റെ ശിക്ഷയേക്കേണ്ട നമ്മുടെ ശിക്ഷ. മനുഷ്യനെ പൊതിഞ്ഞുകൊണ്ട് ഒരാൾ നിന്നു. ആരാ? ജഡാവതാരമെടുത്ത ക്രിസ്തു. അതുകൊണ്ട് റോമർ 8:1 ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം. ജഡത്താലുള്ള ബലഹീന നിമിത്തം എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സ്വരൂപത്തിനും പാപം നിമിത്തവും അയച്ചിട്ട് പാപത്തിനും ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശിക്ഷ ക്രിസ്തുവേറ്റു. എൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. എൻ്റെ ശിക്ഷ അവൻ്റെ മേല. അവൻ എന്നെ പൊതിഞ്ഞുകൊണ്ട് നിന്നു. എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ശിക്ഷയേറ്റത്. പക്ഷേ ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം നിന്നിൽ സംഭവിക്കും. അവൻ നമ്മെ ഇങ്ങനെ പൊതിയും. ഹല്ലേലൂയ.
അവനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും. ഇന്ന് രക്ഷ വ്യക്തിപരമാണ്. പഴയ നിയമത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് കുടുംബത്തിൻ്റെ പിന്നൊരു അനുഗ്രഹമുണ്ട്. എന്നാൽ പുതിയ നിയമ പാക്കേജിൽ രക്ഷ ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവൻ നിന്നിലാകും, നീ അവനിലാകും. ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. കരമടിച്ച് സ്തുതിച്ചേ. എല്ലാവരും കരങ്ങളടിച്ച് സ്തുതിച്ചേ. രക്ഷിക്കപ്പെടുവാൻ നാം എന്ത് ചെയ്യണം? നിങ്ങൾ രക്ഷിക്കപ്പെടണം. എങ്ങനെ? റോമർ 10:9 കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം വാ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. എന്തിനാണ് വാ കൊണ്ട് ഏറ്റുപറയുന്നത്? അന്ന് റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടം. കൈസരാണ് ചക്രവർത്തി. ആ ചക്രവർത്തി യു ആർ മൈ ലോർഡ് എന്ന് പറഞ്ഞാൽ പൗരത്വം കിട്ടും, അംഗീകാരം കിട്ടും. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ പറയും യേശുവാണ് കർത്താവ്. കിട്ടുന്നത് എന്താണെന്നറിയാമോ? ചർമ്മത്തിൽ പൊതിഞ്ഞ് വെയിലത്ത് കൊണ്ടിടും, സിംഹത്തിൻ്റെ ഗുഹയിൽ എറിഞ്ഞു കളയും, കത്തിച്ച് തീപ്പന്തമായി കത്തിച്ച് വഴിവിളക്കുകളാക്കും. എന്നിട്ട് അവർ പറഞ്ഞു, യേശുവേ അങ്ങാണെൻ്റെ കർത്താവ്, അങ്ങാണെൻ്റെ കർത്താവ്, അങ്ങാണെൻ്റെ കർത്താവ്. രക്ഷിക്കപ്പെട്ടവൻ ചോദിക്കുമ്പോൾ കൈവക്കാൻ ഇച്ചിരി മടിച്ചു. വീണ്ടും ഉപദേശി ആഞ്ഞോദിച്ചപ്പോൾ ഒന്ന് കൈവക്കി. രക്ഷിക്കപ്പെട്ടവരെ കൈവക്കിയവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അതിൽ പലരും ഇരുന്നു. മുമ്പോട്ട് വരാൻ വന്നപ്പം മാന്യന്മാർ പുറമോട്ട് പോയി. അവരല്ല രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത്. യേശുവാണ് എൻ്റെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് വാ കൊണ്ടത് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം. മക്കളെ, ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം. രക്ഷിക്കപ്പെടണം. ഐ ആം ബോൺ അഗെയിൻ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ ചങ്കൂറ്റം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ MNC കമ്പനി ജോലി ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുമായിട്ടുള്ള സംവാദം എളിയദാസനുമുണ്ട്. സംഭാഷണ മധ്യേ തർക്കമായി. എന്താണ്? മദ്യപാനം തെറ്റോ ശരിയോ എന്നുള്ളതാണ് സംഭാഷണം. അപ്പോൾ അതിൽ ഒരു MNC കമ്പനി ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങളെ ഈ ടൂറിനൊക്കെ പോകുമ്പോൾ അവർ റിസോർട്ടിലൊക്കെ കൊണ്ടുപോയി കമ്പനിയുടെ വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ മദ്യം വിളമ്പും. അപ്പോൾ മദ്യപിച്ചില്ലെങ്കിൽ നമ്മളൊരുമാതിരി ഔട്ട്വേഡോ ഏതോ കാടനോ ആയിപ്പോവും, ഒരു സിവിലൈസ്ഡ് ആകത്തില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യും? ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം ശകലം എടുക്കും, എന്നിട്ട് ഒത്തിരി ഐസിടും, എന്നിട്ട് ഇങ്ങനെ പതുക്കെ സിപ്പൊക്കെ ചെയ്ത് അവരുടെ കൂടെ നടക്കും. അങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകും. പക്ഷേ ഞങ്ങളെ മദ്യപാനി എന്ന് വിളിക്കരുത്, പക്ഷേ സോഷ്യൽ ഡ്രിങ്കിങ്ങാ. അപ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ അങ്ങനെ പറയാൻ സാധ്യമല്ല സഹോദര, ഞാൻ ഇന്ന കമ്പനിയിലെ ഇന്ന പോസ്റ്റ് ജോലി ചെയ്യുന്ന ആളാ, അത് ഇവനെക്കാട്ടിലും ഫാർ ബെറ്റർ കമ്പനിയാ. പക്ഷേ അവർ മദ്യപിക്കാൻ വന്ന ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കില്ല, ഐ ആം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഞാൻ മദ്യപിക്കില്ല, എന്നെ നിർബന്ധിക്കില്ല, ഡോണ്ട് ഫോഴ്സ് മീ, ഐ ആം എ ബോൺ അഗെയിൻ. പകരം എന്ത് ചെയ്തു? ഒരു പെപ്സി ആണ്ട് എടുത്ത് ഇന്ന് മീറ്റിംഗ് കൂടുമ്പോൾ ആദ്യമേ അവർ പറയും, ഡോണ്ട് കമ്പൽ ഹിം, ഹി ഈസ് ബോൺ അഗെയിൻ, ഹി ഈസ് ബോൺ അഗെയിൻ, റിവീൽ യുവർ ഐഡന്റിറ്റി. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പറയാമോ? അതൊരു സാക്ഷ്യമാ. ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിച്ച് വിശ്വാസിയാണെന്ന് പറയണം. എന്താ ലജ്ജ? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അടിയേറ്റത് രഹസ്യത്തിലല്ല, പരസ്യമായി. ഹല്ലേലൂയ. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മാനവകുലത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് ഗബ്ബതാ മുതൽ ഗോഗുൽത്ത വരെ നടന്നും വീണും എഴുന്നേറ്റ് നീന്തിയത് പരസ്യമായ കുരിശും നിജതോളിലെടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കുരിശും നിജതോളിലെടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന അവനീശസുതൻ മഹിമോ നദനം അവനീശ്വരനിൽ ബഹുവന്നിതനാ അവനീ വിധവേ സമാനമുഴ നതു കാൺമീ പാപി കേളാ നരർക്കായി കുരിശും നിജതോളിലെടു ഒരുവൻ ഗിരിമേ കയറി പോകും കാഴ്ച
പീലാത്തോസിന്റെ ഗബദ മുതൽ ഗാഗുൽത്ത വരെ വീണും എഴുന്നേറ്റും കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചു, ഇവനെ യഹൂദന്മാരുടെ രാജാവെന്ന രക്ഷകളിൽ. അവർ അവനെ അടിച്ചു, അവർ അവന്റെ മുഖത്ത് തുപ്പി, അവനവന്റെ പുറത്ത് കുരിശെടുത്ത് വെച്ചു. വീണും എഴുന്നേറ്റും പോയപ്പോൾ പലപ്പോഴും ഭാരമുള്ള കുരിശ് മുതുകത്തിരിക്കുന്നത് കൊണ്ട് വീണപ്പോൾ പുറമോട്ടല്ലായിരിക്കാം, മുമ്പോട്ടായിരിക്കാം. കുരിശുകൾ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഖമടിക്കുന്നതിന്, കൈ കുത്തുന്നതിന് മുമ്പ് മുഖമടിച്ചിട്ടുണ്ട്. വീണും എഴുന്നേറ്റും പോയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കാണാം. മുഖം കണ്ടാൽ ആളറിയാത്തവനെ പോലായി. അവനാരായിരുന്നു? എൻ്റെ പ്രിയൻ 10,000ങ്ങളിൽ സുന്നതൻ, വെണ്മയും ചുമപ്പുള്ളവൻ. ഹല്ലേലൂയ! എൻ്റെ പ്രിയൻ 10,000ങ്ങളിൽ സുന്നതൻ, വെണ്മയും ചുമപ്പുള്ളവൻ എന്ന യെശയ്യാവ് പറയുന്നു. അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവൻ വിരൂപനായി. എന്തിനാണ് വൈരൂപ്യപ്പെട്ടെന്ന് അറിയാമോ നാട്ടുകാരെ, പ്രിയമുള്ളവരെ? എന്ത് സുന്ദരനായിരുന്നു ആ കൊച്ചൻ, എന്തൊരു സൗന്ദര്യമായിരുന്നു ആ കൊച്ചന്. എന്നാൽ ഇന്ന് അവനെ കണ്ടാൽ അറിയത്തില്ല, അവൻ്റെ കണ്ണു കുഴിഞ്ഞു. നിരന്തരമായ കഞ്ചാവ് അവൻ്റെ കണ്ണ് കുഴിപ്പിച്ചിരിക്കുന്നു, അവൻ്റെ രൂപം മാറിയിരിക്കുന്നു, അവൻ ക്ഷീണിച്ചു വന്നിരിക്കുന്നു. ഇന്ന് അവൻ്റെ കണ്ണുകൾക്ക് തിളക്കമില്ല, ഇന്ന് അവൻ്റെ കണ്ണുകൾ നിരാശപ്പെട്ടിരിക്കുന്നു, കുഴിഞ്ഞിരിക്കുന്നു. നിരന്തരമായ സ്മോക്കിംഗ് അവൻ്റെ ചിറിയുടെ ആ ചുമപ്പ് കളഞ്ഞ് കറുത്തിരിക്കുന്നു, അവനാകെ വെല്ലിച്ചിരിക്കുന്നു. അവൻ്റെ രൂപത്തെ തിരികെ കൊണ്ടുവരുവാൻ, പാപം വൈകൃതപ്പെടുത്തിയ മാനവകുലത്തിന്റെ വൈരൂപ്യം മാറ്റാൻ ഒരുവൻ കാൽവരി കുരിശിൽ വിരൂപനായി. എല്ലാവരും കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച യേശുവേ, ഈ അങ്ങയാണോ ഞാൻ ഏറ്റുപറയാൻ മടിക്കുന്നത്? ഈ അങ്ങയാണോ ഞാൻ വിശ്വസിക്കാൻ മടിക്കുന്നത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണുകളെല്ലാവരും അടച്ച് അല്പസമയം ധ്യാനിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ ഓ ക്രൂശിന്മേൽ, ക്രൂശിൻ ദാരിദാ പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഓ പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേൽ കാണുന്ന ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? യേശുവേ, യേശുവേ
യേശുവിൻ പൈതലാ ജീവിക്കും ഞാനിനി. കഷ്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലും യേശുവേ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. നമുക്ക് വേണ്ടി അടിയേറ്റ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. പരസ്യമായി പറയണം, ആ കർത്താവിൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ഉടയവനാണ്, ഞാൻ അവൻ്റെ മകനാണ്, അവിടുന്ന് എനിക്ക് പിതാവാണ്. ഹല്ലേലൂയ. ലജ്ജിക്കരുത്, 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 ലജ്ജിക്കരുത്. മക്കളെ ലജ്ജിക്കരുത്. വിശ്വാസിയാണെന്ന് പറയാൻ ചമ്മരുത്, ചമ്മരുത്. പറയണോ, യേശു എൻ്റെ കർത്താവാണ്, ഞാനൊരു വിശ്വാസിയാണ്. എന്താ ലജ്ജ? ലജ്ജിക്കാത്ത സാക്ഷികളായി നിൽക്കണം. രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം അവനെ കാത്തിരിക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും എന്താകും? പ്രത്യക്ഷനാകുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ചേർന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. രക്ഷയുടെ പൂർണ്ണത എത്തുകയാണ്. പിന്നെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം, രക്ഷിക്കപ്പെടണം. 2, എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. 2, സ്നാനം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിലെത്തിയപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പൗലോസ് അവരോട് ചോദിക്കും, നിങ്ങളപ്പോൾ സ്നാനപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യോഹന്നാനാണ് ഞങ്ങളെ എന്ത് ചെയ്ത് സ്നാനപ്പെട്ടത്. യോഹന്നാന്റെ സ്നാനം പാപമോചനത്തിനുള്ള സ്നാനമായിരുന്നു. എന്നാൽ ക്രിസ്തീയ സ്നാനം പാപമോചനത്തിനുള്ള സ്നാനമല്ല. എന്തിനാണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കണം. മത്തായി സുവിശേഷം അന്ത്യകൽപ്പന, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ചെയ്യണം. വിശ്വസിക്കുകയും എന്ത് വിശ്വസിക്കണം? യോഹന്നാൻ 3:16 തൻ്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനാം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് അറിയാമോ? അതിനകത്ത് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ യേശുവുമായിട്ട് ചെന്ന് നിന്നാൽ, ആ കുടുംബത്തിൽ മറ്റാരും ഇല്ലെങ്കിലും ഒറ്റ വ്യക്തി നിന്നാൽ ആ വ്യക്തിയിലൂടെ കുടുംബത്തെ വിടുവിക്കുന്ന ദൈവമുണ്ട്. മദ്യപാനിയായ ഭർത്താവ് ഭാര്യയാൽ വിശുദ്ധീകരിക്കപ്പെടും. എങ്ങനെ? ഭാര്യ യേശുവേന്ന് വിളിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് ദൈവാനുരൂപി ഇറങ്ങി വരും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത മക്കളുള്ള പേരൻസ് സങ്കടപ്പെടേണ്ട, നിന്റെ മക്കൾ നിന്നാൽ വിശുദ്ധീകരിക്കപ്പെടും. കരമടിച്ച് സ്തുതിച്ച് റിഖാ നഗാ ധര കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനം. ആർക്കുള്ളതാണ് സ്നാനം? റോമർ 6. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിലെന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം അവൻ്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ. യേശു മരിച്ചു. യേശു മരിച്ച എന്തിനു വേണ്ടിയാ? പകരം മരിച്ചു. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ. 2 ഇരട്ട സഹോദരന്മാരുണ്ടായിരുന്നു പോലും.
കഥയാണെന്ന് പറയുന്നു, നടന്ന സംഭവമാണെന്ന് പറയുന്നു. എങ്കിലും കേട്ടത് കഥ ആണോ നടന്നതാണോ? നടന്നതായിട്ടാണ് പലരും പറയുക. എനിവേ, മൂത്തവൻ വളരെ ശാന്തനായൊരു കുഞ്ഞ്, അതുപോലെ ഇരിക്കുന്ന ഇരട്ട സഹോദരൻ ദുർമാർഗി, വഴക്കാളി, താൻ തോന്നി. കാലങ്ങൾ മുമ്പോട്ട് പോയി. ഇവൻ്റെ വഴക്കാളിത്തരം കൂടി. മൂത്തവൻ നല്ല ശുദ്ധൻ, പരമാർത്ഥി, ദൈവഭക്തൻ. മറ്റവനോ തികഞ്ഞ ദുർമാർഗി, വഴക്കാളിയായിട്ട് വളർന്നു. അവൻ്റെ വഴക്കാളിത്തരങ്ങളിൽ മനംനൊന്ന് അപ്പം മരിച്ചു. അമ്മ മരിക്കാൻ നേരത്ത് ചേട്ടനോട് പറഞ്ഞു, നിൻ്റെ കൂടപ്പുറപ്പാ, നീ അവനെ കളയരുത്, നീ ഉള്ളവനെ നോക്കിക്കോണേ. എന്നെ വഴക്കാളിയാണല്ലോ, അവൻ എൻ്റെ വയറ്റിൽ നിന്ന് പോയതാ, നിൻ്റെ കൂടപ്പുറപ്പാ. അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് ചേട്ടൻ നോക്കിക്കോളാം. അമ്മയും അപ്പനും മരിച്ചവൻ്റെ വഴക്കാളിത്തരങ്ങൾ കൂടി ഒരു സംഘർഷത്തിൽ അവന് അനേകരെ ഉപദ്രവിച്ചു. അനേകർക്ക് മാരകമായി മുറിവേറ്റു. ഒരുവൻ മരിച്ചു. ആൾക്കൂട്ടം ഇവൻ്റെ പിന്നാലെ ഓടുന്നു. ഇവൻ എതുങ്ങനെയൊക്കെ ഓടി, മുറിവേറ്റു, അടി കിട്ടി, ഷട്ട് കീറി, രക്തവലി. പക്ഷേ എങ്ങനെയോ ഓടി 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 വീട്ടിലേക്ക് എത്തുകയാ. അനിയനെ കാണുന്നില്ല, എന്തൊക്കെയോ സംഭവിച്ചെന്ന് കേട്ടു. മുഴങ്കാലുകൾ വിരിക്കപ്പെട്ട കരങ്ങളും ഉയർത്തി ചേട്ടൻ അനിയന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇരട്ടകളി മൂത്ത സഹോദരൻ വീടിൻ്റെ പുറത്തൊരു കൊട്ട് ചെന്ന് നോക്കിയപ്പോൾ അനിയന മൊത്തം ചോര ഒലിപ്പിച്ച് ഷട്ടും മുണ്ടും എല്ലാം കീറി വന്ന് നിൽക്കുക. എന്താടാ? ചേട്ടൻ പറ്റിപ്പോയി, ഞാൻ അവനെ കൊന്നു, അവനെൻ്റെ പുറകെ ഉണ്ട്. ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, ഷട്ടും മുണ്ട് ഊര്, നീ പെട്ടെന്ന് പോയി കുളിക്ക്. അവൻ പെട്ടെന്ന് കുളിച്ചു, ഷട്ടും മുണ്ട് ഊരി വന്നു. ചേട്ടൻ തൻ്റെ ഷട്ടും മുണ്ടും എടുത്ത് അവന് കൊടുത്തു, അവൻ ഇട്ടു. ഇത് പറയുകയും ജനക്കൂട്ടത്തിൻ്റെ ആരവാരം, കതക് തല്ലി പൊളിക്കുക. അനിയന് ഇടപെടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് ചേട്ടനൊരു കാര്യം ചെയ്തു. ചോര പുരണ്ട ഷർട്ട് മുണ്ട് എടുത്ത് ഇട്ടുകൊണ്ട് ജനക്കൂട്ടം നേരെ ഇറങ്ങിച്ചെന്നു. ജനക്കൂട്ടം ആരെ പിടിച്ചു കെട്ടി? ചേട്ടനെ പിടിച്ചു കെട്ടി ആ ജയിലിലാക്കി തൂക്കുമരത്തിന് വിധിച്ചു. തൂക്കിക്കൊല്ലുന്നതിന് തലേ രാത്രി അനിയൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വയ്യ, ഞാനെല്ലാവരും പറയും ഞാനാ കൊന്നത്. ചേട്ടൻ പറഞ്ഞു, എല്ലാവർക്കും ഇപ്പോൾ ഞാനാണ് കൊന്നത്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാൻ നാളെ മരിക്കുകയാണ് തൂക്കുമരത്തിൽ. ആർക്ക് പകരം? അനിയന് പകരം. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം, നീ ഇനി ചേട്ടനായിട്ടാ ജീവിക്കുന്നത്, മരിക്കുന്നത് ചേട്ടനാണെങ്കിലും ലോകമറിഞ്ഞേക്കുന്ന അനിയനാ. നമ്മൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് മുതൽ നീ ചേട്ടനെ പോലെ ജീവിക്കണം, ചേട്ടന് വേണ്ടി ജീവിക്കണം, ചേട്ടനായിട്ട് ജീവിക്കണം. ക്രിസ്തു ഇതുപോലെ നമുക്ക് പകരം മരിക്കുമ്പോൾ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്, നിനക്ക് പകരം ഞാൻ മരിക്കുമ്പോൾ നീ എന്നെ പോലെ ജീവിക്കണം, എനിക്ക് വേണ്ടി ജീവിക്കണം, എന്നെ പോലെ ജീവിക്കണം. അതായിരിക്കണം ക്രിസ്ത്യാനി, അതായിരിക്കണം നസറാണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. എന്താണ് സ്നാനം? അവൻ്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ. അങ്ങനെ പങ്കുചേർന്ന എന്താ ഗുണമുണ്ട്? അവൻ്റെ പുനരുത്ഥാനത്തിലും പങ്കുചേരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർ ഏറെ കളിയാക്കപ്പെട്ടത് സ്നാനത്തിൻ്റെ പേരിലാണെങ്കിൽ ഇന്നെനിക്ക് അഭിമാനമുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള മിക്ക പള്ളിക്കാരും സ്നാനപ്പെട്ടതാണ്. സ്നാനം ഇന്ന് എത്രയോ പള്ളിക്കാർക്ക്, എത്രയോ മതസ്ഥർക്ക്, എത്രയോ നാനാജാതി തുറകൾപ്പെട്ടവർക്ക് സ്നാനം കൊടുക്കുവാൻ ഈ എളിയവന് ഭാഗ്യം കിട്ടാൻ കാര്യമുണ്ട്. ഒരു സ്നാനം നടക്കുമ്പോൾ അതുവഴി നടന്നു വന്ന എൻ്റെ അമ്മ യാദർച്ഛയായി ഇവിടെ എത്തിയപ്പോൾ സ്ഥാനപ്പെടുത്തുന്ന ആ സ്നാപകൻ വെള്ളത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം ചോദിക്കുമ്പോൾ എട്ടും പൊട്ടും നോക്കാതെ, തെക്കും മുടക്കും നോക്കാതെ, ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിച്ചെന്ന് സ്നാനമേറ്റ എൻ്റെ അമ്മയ്ക്ക് തിരിച്ചു കയറാൻ ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു. ആരോ കൊണ്ടുവന്ന് പിന്നെ തുണി കൊടുത്ത് മാറി കയറിയെങ്കിൽ ഈ എളിയവൻ എത്രയോ ആയിരങ്ങൾക്ക് സ്നാനം കൊടുത്തുവാൻ ഈ കാലങ്ങളിൽ ദൈവം ഇടയാക്കി. എന്താ കാര്യം? ഹല്ലേലൂയ.